बने और अपने संस्कारों को कैसे परिवर्तन करें। इस नए साल में बाबा ने खास संस्कारों का परिवर्तन करो, बाप समान बनो, कर्मातीत बनो, इस भट्टी का लक्ष्य रहेगा। ഈ ഭട്ടിയുടെ ടൈറ്റിലും ഭട്ടിയുടെ ലക്ഷ്യവും ഇതാണ്. അതായത് നമുക്ക് എങ്ങനെ ബാബയ്ക്ക് സമാനം ആകാം, സംസ്കാരങ്ങളെ എങ്ങനെ പരിവർത്തനപ്പെടുത്താം. ഈ പുതിയ വർഷത്തിൽ ബാബ പറഞ്ഞ പോയിന്റ് ഇതാണ്: ബാബയ്ക്ക് സമാനമാകണം, സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തണം, കർമാതീതമാകണം. അപ്പൊ ഇതായിരിക്കും നമ്മളുടെ ഭട്ടിയുടെ ലക്ഷ്യം. तो अगर हमें बाप के समान बनना है, संस्कारों को परिवर्तन करना है, उसके लिए सबसे पहले ये आत्मा का पाठ पक्का करने की जरूरत है। क्योंकि जितना हम आत्मा के स्वरूप में रहेंगे, हम बाबा के समान संस्कारों को बना सकेंगे, बाप समान बन सकेंगे. നമുക്ക് ബാബയ്ക്ക് സമാനമാകണമെങ്കിലും നമ്മളുടെ സംസ്കാരത്തിനെ പരിവർത്തനപ്പെടുത്തണമെങ്കിലും നമ്മളുടെ ആദ്യത്തെ പാഠം ആത്മാവാണെന്നുള്ള പാഠം നമ്മൾ പക്കയാക്കണം. എത്രത്തോളം നമ്മൾ ആത്മാ സ്വരൂപത്തിലിരിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾക്ക് ബാബയ്ക്ക് സമാനമാകാൻ പറ്റും, സംസ്കാരത്തിനെ പരിവർത്തനപ്പെടുത്താനും സാധിക്കും. आज के मुरली में भी पहली ही लाइन थी, बच्चे इस देह के भान को भूलो, देह के भान को भूल करके कर्मातीत बनो. क्योंकि जब तक ये आत्मा का पाठ पक्का नहीं है तब तक हम बाप समान नहीं बनेंगे, अपने पुराने संस्कारों को परिवर्तन नहीं कर सकेंगे. ഇന്നത്തെ മുരളിയിലെ ആദ്യത്തെ വരി തന്നെ ഏതായിരുന്നു? കുട്ടികളെ, ദേഹത്തിന്റെ ബോധത്തിനെ മറക്കൂ, ദേഹത്തിന്റെ ബോധത്തിനെ മറന്ന് കർമാതീതമാകും. നമ്മൾ ആത്മാവാണെന്നുള്ള പാഠം പക്കയാകാത്തിടത്തോളം കാലം നമുക്ക് ബാബയ്ക്ക് സമാനമാകാൻ സാധിക്കില്ല, നമുക്ക് കർമാതീത അവസ്ഥയെ നേടിയെടുക്കാൻ പറ്റില്ല. ब्रह्मा बाबा कर्मातीत बने. ब्रह्मा बाबा ने जब शिव बाबा की प्रवेशता की तो बाबा ने दो बातों का विशेष अभ्यास करके बाबा ने कर्मातीत बने. बाबा ने विष्णु लक्ष्मी नारायण जैसा पद प्राप्त किया और हमें वही करना है, हम भी बाप समान बन सकेंगे. ബ്രഹ്മാ ബാബ കർമാതീതമായി. നോക്കണം, ബ്രഹ്മാ ബാബയുടെ ശരീരത്തിൽ എന്നു മുതൽ ശിവബാബ പ്രവേശിച്ചോ അന്നു മുതൽ ബ്രഹ്മാ ബാബ 2 ലക്ഷ്യം വെച്ചു. അങ്ങനെ ബ്രഹ്മാ ബാബ കർമാതീതവുമായി ലക്ഷ്മി നാരായണന്റെ പദവി പ്രാപ്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കും ഈ കാര്യത്തിൽ ബാബയ്ക്ക് സമാനമായിട്ട് മാറണം. क्योंकि बाबा ने 2 बातों का अभ्यास किया. एक बाबा ने आत्मा का अभ्यास किया, दूसरा बाबा ने रोज अपने इंद्रियों पर शासन करने का पुरुषार्थ किया. ബ്രഹ്മാ ബാബ ഡെയിലി 2 പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഒന്ന് ആത്മാവാണെന്നുള്ള അഭ്യാസം ചെയ്യായിരുന്നു, 2 തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെ, ഇന്ദ്രിയങ്ങളുടെ മേലെ രാജ്യം ഭരിക്കുന്നതിൻ്റെ അഭ്യാസം ബ്രഹ്മാ ബാബയ്ക്കുണ്ടായിരുന്നു. क्योंकि आत्मा का अभ्यास करने से ही हम विकारों पर जीत प्राप्त कर सकते हैं, संस्कार परिवर्तन कर सकते हैं. ആത്മാവാണ് എന്ന് അഭ്യസിച്ചാൽ മാത്രമേ നമുക്ക് വികാരങ്ങളുടെ മേലെ ജയിക്കാനും പറ്റൂ, നമ്മുടെ സംസ്കാരങ്ങളെ നമുക്ക് പരിവർത്തനപ്പെടുത്താനും സാധിക്കൂ. जब हम आत्मा के स्वरूप में रहते हैं, आंखें खुली हैं, कान खुला है, देखते भी न देखने की हमारी अवस्था रहेगी. നമ്മൾ ആത്മാവാണെന്നുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പം നമ്മളുടെ കണ്ണുകൾ തുറന്നിരുന്നാലും നമ്മുടെ കാതുകൾ തുറന്നിരുന്നാലും നമുക്ക് കണ്ടുകൊണ്ടും കാണാതിരിക്കാനുള്ള പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. जब हम आत्मा के स्वरूप में रहते हैं, हम सदा बाबा के साथ कनेक्ट रहते हैं. നമ്മൾ ആത്മാവാണെന്ന സ്വരൂപത്തിലിരിക്കുമ്പോൾ നമുക്ക് സദാ ബാബയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റും. जितना हम आत्मा के स्वरूप में रहते हैं, हमारे शरीर में वेव्स फैलते, किरणें फैलते हैं और उस किरणों से हमें अति इंद्रिय सुख मिलता है. നമ്മൾ ആത്മാവാണെന്നുള്ള സ്വരൂപം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആത്മാവിൻ്റെ കിരണങ്ങൾ നിറയാൻ തുടങ്ങും. അതിലൂടെ നമുക്ക് അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകും. और जिन्होंने आत्मा अनुभूति की, परमात्मा अनुभूति की, उसकी बुद्धि संसार में कहीं भी भटकेगी नहीं, कहीं भी बुद्धि एक परमात्मा के सिवाय कहीं बुद्धि जाएगी नहीं.
ആരാണോ ആത്മാവിൻ്റെ അനുഭവം ചെയ്തിട്ടുള്ളത്, പരമാത്മാവിനെ അനുഭവിച്ചിട്ടുള്ളത്, അവരുടെ ബുദ്ധി ഒരിക്കലും ലോകത്തിൽ എങ്ങും അലയില്ല. അവരുടെ ബുദ്ധി ലോകത്തിൽ ഒരു കാര്യങ്ങളിലും കുടുങ്ങുകയുമില്ല. പരമാത്മാവല്ലാതെ വേറെ ഒന്നിലേക്ക് അവരുടെ ബുദ്ധി പോകില്ല. इसीलिए बाबा हर मुरली में कहते बच्चे ये आत्मा का पाठ पक्का करो. അതുകൊണ്ടാണ് ബാബ ദിവസവും മുരളിയിൽ പറയുന്നത് കുട്ടികളെ ആത്മാവാണെന്നുള്ള പാഠം ഉറപ്പിക്കൂ. क्योंकि अंत में जो हमारी परीक्षाएं होने वाली हैं, क्या क्या परीक्षा होंगी? अंतिम समय प्रकृति के प्रॉब्लम आएंगे, हिसाब किताब के प्रॉब्लम आएंगे, खान पान के प्रॉब्लम आएंगे, ईविल सोल के तरफ से प्रॉब्लम आएंगे, पुराने संस्कारों के तरफ से. सभी प्रॉब्लम में पास होने के लिए आत्मा का पाठ पक्का चाहिए. അന്തിമ സമയത്ത് നമുക്ക് ഒരുപാട് പരീക്ഷകൾ വരും. എന്തൊക്കെ പരീക്ഷകൾ വരും അന്തിമ സമയത്ത്? അന്തിമ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പല കർമ്മക്കണക്കുകളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, നമുക്കൊരുപാട് ഈവിൽ സോളിൻ്റെ പ്രശ്നം ഉണ്ടാവും, പ്രകൃതിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഈ പരീക്ഷയൊക്കെ നമ്മൾക്ക് പാസ്സാകണമെങ്കിൽ നമുക്ക് ആത്മാവാണെന്നുള്ള പാഠം വളരെ പക്കയായിരിക്കണം. इसलिए बाबा कहते बच्चे ये जैसे बिल्डिंग बनाई जाता है, जितना खर्चा ऊपर होता है उतना फाउंडेशन का खर्चा होता है. जिन्होंने फाउंडेशन में कंजूसी की उसकी बिल्डिंग आंधी तूफान आने के बाद गिर जाएगी. സാധാരണ ഒരു വീട് വയ്ക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, എത്രത്തോളം മുകളിലേക്ക് നില ഉയരുന്നുവോ അതിനനുസരിച്ച് അതുപോലെ ചെലവാക്കി അതിൻ്റെ അടിസ്ഥാനം പണിയണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ അടിസ്ഥാനം പണിയുന്ന കാര്യത്തിൽ ഒരുപാട് കുറവ് വരുത്തിയാൽ, കഞ്ചൂസായി കഴിഞ്ഞാൽ അവരുടെ ബിൽഡിംഗ് പൊങ്ങുമായിരിക്കും, പക്ഷെ വലിയ കൊടുങ്കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ആ വീട് നിലം പൊത്തും. हमारी तो 84 जन्मों की बिल्डिंग बन रहे. अगर हमने आत्मा अभिमानी बनने के बजाय सेवा करने में लगे हैं और बातों में लगे हैं, आत्मा का पाठ पक्का नहीं, तो बीच बीच में माया के तरफ से विघन आएंगी, समस्या आएंगी, उसके अंदर हम फेल हो जाएंगे. इसलिए आत्मा का लेसन इस ज्ञान मार्ग में बड़ा महत्व का है. നമ്മൾക്ക് 84 ജന്മത്തേക്കാണ് നമ്മളുടെ വീട് പണിയേണ്ടത്. പക്ഷെ നമ്മൾ ആ ആത്മാവാണെന്നുള്ള ആദ്യത്തെ പാഠം മറന്നിട്ട് നമ്മൾ സേവനം ചെയ്യുന്നു, വേറെ ഒരുപാട് കാര്യങ്ങളിൽ മുഴുകുന്നു. അങ്ങനെയാണെങ്കിലോ നമുക്കിതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള മായ വരും, നമ്മളുടെ എല്ലാം പോകും. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, കുട്ടികളെ ആത്മാവാണെന്നുള്ള ആദ്യത്തെ പാഠം നിങ്ങൾ വളരെയധികം പക്കയാക്കണം എന്നും. आज कई कहते हैं, आज कईयों के ब्राह्मणों की समस्या है. क्या क्या समस्या है? योगी नहीं लगता. कई कहते मुझे सहने नहीं होता. कई कहते मेरे संस्कार ही नहीं बदलते. इन सब का कारण है आपका खुद का देहभान. ഇപ്പം നോക്കണം, നമ്മൾ അശരീരിയാകാറുണ്ട്. ഇപ്പോൾ പല ബ്രാഹ്മണരും പലപ്പോഴും പറയാറുണ്ട്, പരാതി പോലെ പറയാറുണ്ട്, എനിക്ക് യോഗം കിട്ടുന്നതേ ഇല്ല, എനിക്ക് സംസ്കാര പരിവർത്തനം വരുന്നതേ ഇല്ല എന്ന്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുഖ്യമായ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ദേഹബോധം. देहभान विकारों का मुख्य है, सरदार है. देहभान को खत्म करो, सारे विकार खत्म हो जाएंगे. ദേഹബോധമാണ് വികാരങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മുഖ്യമായ കാരണക്കാരൻ. അതുകൊണ്ട് ദേഹബോധത്തിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മുഴുവൻ വികാരങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കും. इसलिए आत्मा का पाठ पक्का करने से ही संस्कार को पर, जैसे बीज बोया ही नहीं, पानी डाला ही नहीं, वृक्ष आएगा ही नहीं. अब वृक्ष ही नहीं होगा तो फल भी नहीं होंगे. അതുകൊണ്ട് ആത്മാവാണെന്നുള്ള പാഠം നമ്മൾ എത്രത്തോളം ഉറപ്പിക്കുന്നുവോ എങ്കിൽ നമ്മളുടെ സംസ്കാരം പക്കയാകും, പരിവർത്തനം ഉണ്ടാകും. ഇപ്പം നമ്മൾ വിത്തിട്ടു, പക്ഷെ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല എങ്കിലോ, വെള്ളം ഒഴിക്കുന്നില്ല എങ്കിൽ അതിൽ നിന്ന് ചെടിയും ഉണ്ടാവില്ല, അതിൽ നിന്ന് ഫലവും ഉണ്ടാവില്ല. അതുപോലെ ആത്മാവാണെന്നുള്ള പാഠം ഉറപ്പിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരില്ല. तो जिन्होंने आत्म अभिमानी का बीज बोया ही नहीं, स्मृति का पानी दिया ही नहीं, उसके जीवन रूपी वृक्ष में नम्रता, धैर्यता, सहनशीलता, नम्रत, ये गुण रूपी फल कैसे लगेंगे? गुणों का पुरुषार्थ नहीं है, पुरुषार्थ आत्म अभिमानी स्थिति का. आत्म अभिमानी का पुरुषार्थ करने वालों के जीवन में गुण रूपी फल अपने आप आएंगे. ആരാണോ ആത്മാഭിമാനി സ്വരൂപം എന്നുള്ള വിത്ത് ഇട്ടിട്ട് അതിൻ്റെ സ്മൃതി സ്വരൂപത്തിൻ്റെ വെള്ളം ഒഴിക്കാത്തത്, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അതിൻ്റെ വൃക്ഷം ഉണ്ടാവില്ല. വൃക്ഷത്തിൽ നിന്ന് കിട്ടേണ്ട ഫലം ഏതൊക്കെയാ?
വിനയം, മധുരത, സഹനശീലത, ഇതെല്ലാമാണ് ഫലം. ആ ഫലവും കിട്ടില്ല. അപ്പൊ ആർക്കാണോ വൃക്ഷത്തിനെ വളർത്താൻ അറിഞ്ഞുകൂടാത്തത്, അതുകൊണ്ട് അവർക്കതിന്റെ ഫലം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഗുണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതിനുപരി ആത്മാവാണെന്നുള്ള അഭ്യാസം ചെയ്യുക എന്നുള്ളതാണ്. दुनिया के शास्त्र इकट्ठे करो, ग्रंथ इकट्ठे करो, आध्यात्मिक साहित्य इकट्ठे करो, एक पहाड़ बन जाएगा, लेकिन उसे हुआ कुछ नहीं. जितने किताबें बनते गई, शास्त्र बनते गए, दुनिया में विकार प्रॉब्लम बढ़ते गए. इसीलिए आखिर परमात्मा को ऊपर से आना पड़ा और परमात्मा ने आकर के पहला शब्द बोला, बच्चे तुम आत्मा हो. बस ये पाठ पक्का करो, सारी समस्या खत्म हो जाएंगी. ഇപ്പം ലോകത്തിലുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ആധ്യാത്മിക പുസ്തകങ്ങളും കൂടി എടുത്ത് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മല ഉണ്ടാവും, അത്രയ്ക്കുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആർക്കും ഒരു പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ടാണ് അവസാനം പരമാത്മാവിന് തന്നെ നേരിട്ട് മുകളിൽ നിന്ന് താഴെ വരേണ്ടി വന്നത്. പരമാത്മാവ് താഴെ വന്നിട്ട് എന്താ ആദ്യം പറഞ്ഞത്? കുട്ടികളെ, നിങ്ങളൊരു ആത്മാവാണ് എന്ന്. राम रावण का युद्ध चलता है. राम क्या करता है? रावण का एक सिर काटता है. वो सिर तो कट जाता है, दोबारा जुड़ जाता है, फिर दूसरा काटता है, फिर जुड़ जाता है, फिर काटता है. आखिर राम परेशान हो गया. विभीषण आया और राम के कान में एक दो बातें सुनाई, ये ऐसा नहीं मरेगा, उसके नाभि में तीर लगाओ. और जब नाभि में तीर लगा, रावण मर गया. രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് രാമൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു അമ്പെയ്യും രാവണന്റെ ഒരു തലയിൽ. അപ്പൊ രാവണന്റെ ഒരു തല പോയിട്ട് ആ സ്ഥലത്ത് അടുത്ത തല വരും. വീണ്ടും രാമൻ അമ്പെയ്യും, അപ്പൊ വീണ്ടും ഒരു തല പോവും, വീണ്ടും അവിടെ വേറെ തല വരും. അങ്ങനെ രാമൻ അമ്പെയ്ത് തളർന്ന് അവസാനം വിഭീഷണൻ രാമന്റെ അടുക്കൽ വന്നിട്ട് രാമന്റെ ചെവിയിൽ പറഞ്ഞു, രാമൻ അങ്ങനെയൊന്നും രാവണൻ മരിക്കില്ല, രാവണൻ മരിക്കണമെങ്കിൽ രാവണന്റെ നാഭിയിൽ തന്നെ അമ്പെയ്യണം എന്ന്. അപ്പൊ രാമൻ എന്ത് ചെയ്തു? രാവണന്റെ നാഭിയിൽ അമ്പെയ്തു. അങ്ങനെ രാവണൻ മരിച്ചു. इसी तरह आज हम भी कोई 10 साल से, कोई 20 साल से, कोई 30 साल से माया के साथ युद्ध कर रहे हैं, रावण को मार रहे हैं. कभी काम का गला काट देते हैं, महीने 2 महीने के बाद, 4 महीने के बाद फिर जुड़ जाता है, फिर काट देते हैं, फिर जुड़ जाता है. आखिर ब्राह्मण परेशान है. इसीलिए आज आपके कान में सुनाता हूं, उसके नाभि में तीर लगाओ. नाभि अर्थात देहभान. जब तक देहभान को खत्म नहीं करेंगे, रावण के गले नहीं कटेंगे. നമ്മളും ബ്രാഹ്മണര് കുറെ വർഷങ്ങളായിട്ട് ഇതുപോലെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മായയും രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ പല വികാരങ്ങൾ വരും. നമ്മൾ അതിനെതിരെ അമ്പെയ്യും. 6 മാസത്തേക്ക് ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, വീണ്ടും അതേ പ്രശ്നം തന്നെ പൊങ്ങി വരും. അങ്ങനെ ബ്രാഹ്മണര് മായയോട് യുദ്ധം ചെയ്ത് ആകെ തളർന്നു കിടക്കുകയാണ് എന്ന് പറയാണ്. അതുകൊണ്ടാണ് ബാബ വന്ന് പറയുന്നത്, രാവണന്റെ നാഭിയിൽ തന്നെ അമ്പെയ്യണം. ആ നാഭി എന്ന് പറയുന്നത് ദേഹബോധമാണ്. ദേഹബോധത്തിന് അമ്പെയ്ത് കളഞ്ഞാൽ മാത്രമേ രാവണനെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. आत्मा के स्वरूप में रहने से किसी के भी दोष दिखाई नहीं पड़ेंगे, सब हम अच्छे दिखाई पड़ेंगे. ആത്മാവാണെന്നുള്ള സ്വരൂപത്തിലിരുന്നാൽ നമ്മൾ വേറെ ആരുടെയും കുറ്റം കണ്ടുപിടിക്കില്ല. നമുക്ക് തോന്നും എല്ലാ പേരും നല്ലവരാണ് എന്ന്. आत्मा के स्वरूप में रहने से रात को सोए हैं, योग लगा रहेगा. रास्ते में चल रहे, योग लगा रहेगा. वो कभी नहीं कहे कि मेरा टाइम वेस्ट हो रहा है. वो निरंतर योग युक्त है. ആത്മാവാണെന്നുള്ള സ്വരൂപത്തിലിരിക്കുന്നവർക്ക് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ യോഗം കിട്ടും. വഴിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും അവർക്ക് യോഗം വരും. അവരൊരിക്കലും പറയില്ല എൻ്റെ സമയം വെറുതെ പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എപ്പോൾ വേണേലും യോഗം ചെയ്യാൻ സാധിക്കും. അവരുടെ സമയം ഒരിക്കലും വേസ്റ്റായി പോവില്ല. आत्मा के स्वरूप में रहने वालों को ना डर लगेगा, ना भय लगेगा. वो निडर होंगे. आत्मा के स्वरूप में रहने से चेहरे में सदा खुशी रहेगी. ആത്മാവാണെന്നുള്ള സ്വരൂപത്തിലിരിക്കുന്നവർക്ക് ഒരിക്കലും പേടിയോ ഭയമോ ഉണ്ടാവില്ല. അവർ നിർഭയരായിരിക്കും. ആത്മസ്വരൂപത്തിലിരിക്കുന്നവരുടെ മുഖം സദാ വിടർന്നു പുഞ്ചിരിയോടുകൂടി ഇരിക്കും. आत्मा के स्वरूप में रहने से जिधर भी देखो बाबा ही नजर आएगा. ആത്മസ്വരൂപത്തിൽ ഇരുന്നിട്ട് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നമ്മൾ ബാബയെ മാത്രമേ കാണൂ. इसलिए बाबा हर मुरली में, कोई भी मुरली उठाओ, बाबा कहते बच्चे आत्मा समझो, मुझे याद करो. लेकिन आज हम ये मेहनत कम कर रहे हैं, इसीलिए आज हमारे जीवन में प्रॉब्लम, समस्या है.
നോക്കണം, ബാബ എല്ലാ മുരളിയിലും അതുകൊണ്ടാണ് പറയുന്നത്, ഏത് മുരളി വേണോ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിക്കോ, ആ മുരളിയിൽ തീർച്ചയായിട്ടും ബാബ പറഞ്ഞിട്ടുണ്ടാവും കുട്ടികളെ ആത്മാവാണെന്ന് വിചാരിച്ച് എന്നെ ഓർമ്മിക്കാൻ. എന്നാൽ ഈ ഒരു പുരുഷാർത്ഥം നിങ്ങൾ എത്രത്തോളം കുറച്ച് ചെയ്യുന്നോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പാട് തോന്നുന്നത്, പുരുഷാർത്ഥം ഭയങ്കര പാടായിട്ട് തോന്നുന്നത്. जैसा जिस घर में लाइट होती है वहां भूत नहीं रहता, भूत कहाँ रहता है जहाँ अंधेरा है. इसी तरह जिस शरीर में आत्मा का भान नहीं है वहाँ काम का भूत, क्रोध का भूत, लोभ का भूत. अगर इन भूतों को भगाना है लाइट जला कर रखो. ഇപ്പൊ ഏത് വീട്ടിലാണോ വെളിച്ചം ഉള്ളത് അവിടെ ഒരിക്കലും ഭൂതങ്ങൾ പ്രവേശിക്കില്ല. ഭൂതം വരുന്നത് എപ്പോഴും ഇരുട്ടത്താണ്. അതുപോലെ ഏത് ശരീരത്തിൻ്റെ ഉള്ളിലാണോ ആത്മാവാകുന്ന വെളിച്ചം കത്തിയിരിക്കുന്നത് അവിടെ കാമത്തിന്റെ ഭൂതമോ ക്രോധത്തിന്റെ ഭൂതമോ ഒരു തരത്തിലുള്ള ഭൂതവും വരില്ല. അതുകൊണ്ട് ഈ ആത്മാവാകുന്ന വെളിച്ചം സദാ നമ്മുടെ ഉള്ളിൽ കത്തി തന്നെ ഇരിക്കണം. आत्मा के स्वरूप में रहने से हमारे से कोई विकर्म नहीं होंगे, कोई भूले नहीं होंगी. इतना ही नहीं, हमने जो जन्म जन्मांतर से भूले किए वो विकर्म विनाश होने की क्रिया चलती रहेगी. ആത്മാവാണെന്നുള്ള ബോധം സദാ ഉണർന്നിരിക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല, ഒരു വികർമ്മം ഉണ്ടാവില്ല. അതുമാത്രമല്ല, നമ്മൾ ഇത്രയും ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള മുഴുവൻ വികർമ്മങ്ങളും താനെ ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. आत्मा के स्वरूप में रहने वाला एक परमात्मा के सिवाय कहीं भी वस्तु, व्यक्ति, वैभव कहीं भी प्रभावित नहीं होगा. ആത്മാവാണെന്നുള്ള സ്വരൂപത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പരമാത്മാവല്ലാതെ വേറൊരാളിലോ വസ്തുവിലോ ഒരു സാധനത്തിലോ പ്രഭാവിതരാകില്ല. इसीलिए बाबा को हर मुरली में देवता बनने का पहला लेसन, देवताओं के अंदर जितने भी गुण हैं वो गुणों को धारण करना ही आत्मा का पाठ पक्का चाहिए. അതുകൊണ്ടാണ് ബാബ മുരളിയിൽ ആദ്യത്തെ ലെസണായിട്ട് തന്നെ ഇത് പറയുന്നത്. ദേവതയാകാനുള്ള നമ്മളുടെ ഈ പഠിത്തത്തില് ദേവതകളുടെ ഉള്ളിൽ എത്രത്തോളം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം ധാരണയാകണമെങ്കിൽ ആദ്യത്തെ പാഠം ആത്മാവാണെന്നുള്ള പാഠം സ്ട്രോങ് ആവണം. इसलिए ये आत्म अभिमानी का पाठ हमें क्या करना है, अभी समय है, आगे चल करके हम ये आत्मा का पाठ पक्का, सारे जो ज्ञान मिला हुआ है, ड्रामा का ज्ञान, कर्मों का ज्ञान, जो हुआ अच्छा, ये सारा ज्ञान मिला है आत्म अभिमानी बनने के लिए. അതുകൊണ്ട് ഈ ഒരു ആദ്യത്തെ പാഠം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് സമയമുണ്ട്, ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു സമയവും കാണില്ല, ആത്മാഭിമാനി സ്ഥിതി പരിശീലിക്കാനൊന്നും സമയം കിട്ടില്ല. ഇപ്പം ഞാൻ എന്തെല്ലാം ബാബ തന്നിട്ടുണ്ടോ, അത് ഡ്രാമയുടെ ജ്ഞാനം ആയിക്കോട്ടെ, എന്ത് നടന്നു അതെല്ലാം നല്ലതിനാണ്, ഇങ്ങനെ എന്തെല്ലാം ജ്ഞാനം ബാബ നമുക്ക് തന്നിട്ടുണ്ടോ അതെല്ലാം ഒരൊറ്റ അഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആത്മാഭിമാനി സ്ഥിതി. एक भाई मेरे पास आया, मुझे प्रश्न पूछा, कहता है भाई साहब अगर कोई आग के पास जाएगा तो क्या हो जाएगा, गर्मी का अनुभव होगा, अगर कोई बर्फ के पास जाएगा तो ठंडी का अनुभव होगा, उसके लिए कोई कमेंट्री करने की जरूरत नहीं है. अगर कोई परमात्मा के पास जाएगा तो क्या अनुभव होना चाहिए, शक्ति का, शांति का. ഒരു ഭായി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു, നമ്മളിപ്പോൾ തീയുടെ അടുത്ത് പോയാൽ നമുക്ക് താനെ ചൂടിൻ്റെ അനുഭവം ഉണ്ടാകും, നമ്മൾ മഞ്ഞിൻ്റെ അടുത്ത് പോയാലോ നമുക്ക് താനെ ഐസിൻ്റെ അടുത്ത് പോയാലും താനെ തണുപ്പിൻ്റെ അനുഭവം ഉണ്ടാകും. അപ്പോൾ ഒരാൾ പരമാത്മാവിൻ്റെ അടുക്കൽ പോവുകയാണെങ്കിലോ അവർക്ക് താനെ ശാന്തിയുടെ ശക്തിയുടെ അനുഭവം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണമല്ലോ. लेकिन कहता है मैं माउंट आबू में गया था, शांतिवन में गया था और गुलजार दादी के तन में बाबा आए थे, 4 घंटा बाबा गुलजार दादी के तन में बैठे थे. और कहता है मैं बहनों से बोल करके स्टेज के नजदीक जगह लिया, मैं 4 घंटा बैठा, मुझे ना कोई सुख का, ना शांति का, ना आनंद का, परमात्मा का कोई अनुभव ही नहीं हुआ. ऐसे कैसे हो गया, പ്രശ്ന പൂച്ച മുझे. അപ്പൊ ആ ഭായി ചോദിക്കുകയായിരുന്നു, അതായത് പരമാത്മാവിന്റെ അടുക്കലിരിക്കുമ്പോൾ നമുക്ക് ശാന്തിയുടെയും ശക്തിയുടെയൊക്കെ അനുഭവം ഉണ്ടാകണമല്ലോ. ഞാനും ശാന്തിവനില് ഗുൽസാർ ദാദിയുടെ ശരീരത്തിൽ ശിവബാബ വരുന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് തന്നെ കസേര കെട്ടി അവിടെ ഇരുന്നായിരുന്നു. പക്ഷെ 4 മണിക്കൂർ ഗുൽസാർ ദാദിയുടെ ശരീരത്തിൽ ബാബ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് സുഖത്തിൻ്റെ അനുഭവം ഉണ്ടായില്ല, ശാന്തിയുടെ അനുഭവം ഉണ്ടായില്ല, ശക്തിയുടെ അനുഭവം ഉണ്ടായില്ല. അതെന്താ എനിക്ക് അനുഭവം ഉണ്ടാവാത്തത് എന്ന് ആ ഭായി ചോദിച്ചു. तो मैंने उसको एक छोटा सा एग्जाम्पल दिया, अगर कोई एक चुंबक है बड़ा सा और चुंबक के सामने लोहे के टुकड़े डालो तो तुरंत खींच लेगा, इसका मतलब चुंबक पावरफुल है. അപ്പം ഞാൻ അവർക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഒരു വലിയ കാന്തം
കാന്തത്തിന്റെ അടുക്കൽ നമ്മൾ ചെറിയ ഇരുമ്പിൻ കഷ്ണങ്ങൾ ഇട്ടാലോ അത് ഉടനെ തന്നെ കാന്തത്തിലേക്ക് ആകർഷിക്കും. കാരണം കാന്തത്തിന്റെ പ്രത്യേകത പെട്ടെന്ന് അത് ആകർഷിക്കും എന്നുള്ളതാണ്. लेकिन कुछ लोहे के टुकड़ों को एक बहुत बड़ा कपड़ा लेकर के उसके अंदर लपेट 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 करके गाढ़ बांध करके रखो, हिलेगा भी नहीं, खींचेगा भी नहीं. इसका मतलब चुंबक खराब है. चुंबक अच्छा है, लेकिन हमने उस लोहे के पीस को टुकड़ों को कपड़े के अंदर लपेट करके गाढ़ बांध कर रखा है, इसीलिए नहीं खींच रहा है. എന്നാൽ ഇപ്പോൾ ഒരു കാന്തത്തിന്റെ മുമ്പിൽ നമ്മൾ കുറേ ലോഹ കഷ്ണങ്ങൾ കുറേ തുണി കൊണ്ട് പൊതിഞ്ഞ് തുണിക്കകത്ത് ഭദ്രമാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ലോഹ കഷ്ണങ്ങൾ ഒരിക്കലും കാന്തത്തിലേക്ക് ആകർഷിക്കില്ല. അത് കാന്തത്തിന്റെ കുഴപ്പമല്ല, ആ കഷ്ണങ്ങൾ തുണിക്കകത്ത് പൊതിഞ്ഞു കെട്ടി കിടക്കുന്നത് കൊണ്ടാണ് അത് ആകർഷിക്കപ്പെടാത്തത്. इसी तरह बाबा भी एक चुंबक है, सर्वशक्तिवान है, लेकिन बाबा के सामने कोई देह बांध के कपड़े के अंदर लपेट करके बैठेगा, कोई अनुभव नहीं होगा. इसीलिए इस कपड़े से अलग बनो, अशरीरी बनो, विधेयी बन करके बैठो, फिर बाबा खींचेगा. അതേപോലെ ബാബയും കാന്തത്തിന് സമാനമാണ്. ബാബയുടെ മുമ്പിൽ ഈ ദേഹബോധത്തിന്റെ തുണിയും പൊതിഞ്ഞിരിക്കുന്ന ഒരു ആത്മാവ് ഒരിക്കലും ആകർഷിക്കപ്പെടില്ല. അതുകൊണ്ട് ആദ്യം ഈ ദേഹബോധത്തിന്റെ തുണിക്കെട്ടിന്റെ വെളിയിൽ വരൂ, അശരീരിയാകൂ, വിദേഹിയാകൂ, എന്നാൽ മാത്രമേ നിങ്ങൾ ബാബയിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. इसलिए ये आत्म अभिमानी का पुरुषार्थ, अभी आप लोग मधुबन में जाने वाले फरवरी में टिकट तो बनाई होगी, लेकिन बाकी सारी तैयारियों के साथ ये आत्म अभिमानी की तैयारी करके भी जाना, नहीं तो मधुबन में कोई अनुभव नहीं होंगे. अनुभव का आधार है आत्माभिमानी बनना. അതുകൊണ്ടാണ് ആത്മ അഭിമാനി ആകേണ്ടത് എത്രത്തോളം പ്രധാനമുള്ളതാണെന്ന് മനസ്സിലായല്ലോ. നിങ്ങളിൽ പലരും ഇപ്പോൾ മധുബനിൽ പോകാനിരിക്കുന്നവരായിരിക്കും. ഫെബ്രുവരിയിൽ നിങ്ങൾ ടിക്കറ്റും എടുത്തിട്ടുണ്ടാവും, പല തയ്യാറെടുപ്പുകളും മധുബനിൽ പോകാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ആത്മ അഭിമാനി സ്ഥിതിയുടെ അനുഭവമാണ്. ഇല്ലെങ്കിൽ നമുക്ക് മധുബനി പോയാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനുഭവവും ഉണ്ടാകില്ല. आत्म अभिमानी स्थिति वालों के अंदर देवताओं के संस्कार और देवताओं की संस्कृति आती है. ആത്മ അഭിമാനി സ്ഥിതി ഉള്ളവരുടെ ഉള്ളിൽ ദേവതകളുടെ സംസ്കാരവും ദേവതകളുടെ സംസ്കൃതിയും ഉണ്ടായിരിക്കും. परम धाम से बाबा क्यों आए हैं? हमें आत्म अभिमानी बनाने के लिए आए हैं. പരംധാമത്തിൽ നിന്ന് ബാബ എന്തിനാ വന്നത്? നമ്മളെ ആത്മാഭിമാനികളാക്കാൻ വേണ്ടിയാണ് വന്നത്. ये कलयुग सतयुग था, वो कलयुग क्यों बना? हम देहभान में आए तो सतयुग का कलयुग बन गया. സത്യയുഗമായിരുന്ന ഈ ലോകം എങ്ങനെ കലിയുഗമായി? കാരണം നമ്മൾ ദേഹബോധത്തിൽ വന്നു, അപ്പൊ സത്യയുഗം എന്തായി? കലിയുഗമായിട്ട് മാറി. अब इस कलयुग का सतयुग कब बनेगा? जब हम देही अभिमानी आत्म अभिमानी बनेंगे तो इस कलयुग का सतयुग बन जाएगा. അപ്പൊ ഈ കലിയുഗത്തിന് ഇനി എങ്ങനെ നമുക്ക് സത്യയുഗമാക്കാം? നമ്മൾ ദേഹ അഭിമാനിയിൽ നിന്ന് തിരിച്ച് ആത്മാഭിമാനിയാകണം, എന്നാലേ കലിയുഗം വീണ്ടും സത്യയുഗമാകൂ. तो हम आत्म अभिमानी बन करके संस्कार को परिवर्तन करें, बाप समान बने, उसके लिए क्या क्या ध्यान रखें, उसके बारे में चर्चा करते हैं. അപ്പം നമുക്ക് എങ്ങനെ ഈ ദേഹബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരാം? നമുക്ക് എങ്ങനെ നമ്മളുടെ സംസ്കാരത്തിനെ പരിവർത്തനപ്പെടുത്താം? എങ്ങനെ നമുക്ക് ആത്മബോധത്തിലേക്ക് തിരിച്ചു വരാം? അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് സംസാരിക്കാം. सभी ध्यान से आंखें खोल के सुन रहे ना? നിങ്ങൾ എല്ലാ പേരും കണ്ണ് തുറന്നിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാരും നന്നായിട്ട് നിവർന്നിരുന്നേ. बीच बीच में टाली बजा सकते हैं. ആ എല്ലാരും ഒന്ന് നന്നായിട്ട് കൈയടിച്ച് ആ ബുക്കും പേനയൊക്കെ താഴെ വെച്ചിട്ട് നന്നായിട്ട് എല്ലാരും നന്നായിട്ട്. ഉറക്കം വരുന്നവര് കൂടുതൽ കൈയടിക്കണം. ताली बजाने से मेरा उमंग नहीं बढ़ेगा, लेकिन बाजू में कोई सो रहा है उठ जाएगा, वो अपनी सेवा हो जाएगी. നിങ്ങൾ കൈയടിക്കുന്നത് കൊണ്ട് ഒരു സേവനവും കൂടെ നടക്കും. നിങ്ങളുടെ ഉണർവ് മാത്രമല്ല കൂടുന്നത്, നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന് ഉറങ്ങുന്ന ആൾ അന്തം വിട്ട് ഉണരും കൈയടി കേട്ടിട്ട്. എല്ലാരും നന്നായിട്ട് ഒന്നുകൂടെ കൈയടിച്ചേ. ओके. इसीलिए कोई भी ज्ञान का पॉइंट आपको अच्छा लगता है, आप ताली बजा सकते हैं. मेरा ശരി, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൈയടിക്കാം. കാരണം നമ്മുടെ അടുത്തിരിക്കുന്ന ആളിനെ എന്ത് ചെയ്യണം? ഉണർത്തണം. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ നല്ല പോയിന്റ് കേൾക്കുമ്പോ ഇനി ഇവിടുന്ന് മുകളിൽ നിന്ന് പറയില്ല, നിങ്ങൾ താഴെ നിന്ന് തന്നെ എന്ത് ചെയ്തോളണം? എപ്പോഴും അല്ല, നല്ല പോയിന്റ് കേൾക്കും. माया कहेगी अरे ये तो बाप समान बनेंगे, कर्मातीत बनेंगे, वो गुप्त रूप में आकर के आपको आलस की बूटी चुंगा करके चली जाएगी.
മായ आपको വിചാരിക്കും सुनाएगी। നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ നിങ്ങൾ ചിലപ്പോൾ കർമാതീതമായി പോവും, നിങ്ങൾ ബാബയ്ക്ക് സമാനമാകുന്നു. അതുകൊണ്ട് മായ വളരെ രഹസ്യമായിട്ട് വന്ന് നിങ്ങളെ പതുക്കെ ഉറക്കത്തിലേക്ക് അങ്ങ് തള്ളിയിടും, ഇതൊന്നും നിങ്ങൾ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. इसीलिए जागृत होकर के बैठना है। അതുകൊണ്ട് എല്ലാവരും ഉണർന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കണം. तो आत्माभिमानी बनने के लिए सबसे पहली बात है 4 सब्जेक्ट का रोज की दिनचर्या में बैलेंस रखो। ആത്മാഭിമാനിയാകാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഇതാണ്, 4 വിഷയത്തിൽ ഡെയിലി 4 വിഷയത്തിലും നമ്മൾ ബാലൻസ് വെക്കണം. എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. जिन्होंने इन 4 विषयों को पक्का किया वो आत्माभिमानी बन सकेंगे। ആരാണോ ഈ 4 വിഷയങ്ങളും പക്കയാക്കിയിട്ടുള്ളത് അവർക്ക് ആത്മാഭിമാനിയാകാൻ സാധിക്കും. रोज की हमें मुरली सुनना है और केवल सुनने तक नहीं रखना, जो मुरली को अनुसार चलता है, वो जो पॉइंट ज्ञान के सुनता है, उस पॉइंट के स्वरूप बन जाता है, वही पॉइंट स्वरूप आत्माभिमानी बन जाता है। ഡെയിലി മുരളി നമ്മൾ കേൾക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. മുരളി കേട്ടാൽ മാത്രം പോരാ, മുരളി കേട്ടതിന് ശേഷം ആ മുരളിയുടെ സ്വരൂപമായിട്ട് മാറണം. ആരാണോ മുരളിയുടെ പോയിന്റിന്റെ സ്വരൂപമായിട്ട് മാറുന്നത് അവരാണ് ഫൈനലി പോയിന്റ് ആത്മാഭിമാനി സ്വരൂപത്തിൽ എത്തുന്നത്. अगर मुरली सुनने के बाद फिर भी आप आत्माभिमानी नहीं हैं, इसका मतलब ज्ञान का स्वरूप नहीं बनते, केवल सुनने तक रखते हैं। നിങ്ങൾ മുരളി കേട്ടിട്ടും ആത്മാഭിമാനത്തിൽ വരുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ മുരളി മാത്രമേ കേൾക്കുന്നുള്ളൂ, അതിന്റെ പോയിന്റിലൊന്നും സ്വരൂപം ആകുന്നില്ല എന്നാണ്. दूसरी बात है, आप योग रोज की दिनचर्या में अमृत वेला का योग, क्लास के पहले आधा घंटे का योग, नुमा शाम का योग, बीच बीच में ट्रैफिक, रोज 2-3 घंटा जो योग करता है वो आत्माभिमानी बन सकता है। അതേപോലെ രണ്ടാമത്തെ കാര്യം ഇതാണ്, ദിവസവുമുള്ള നമ്മളുടെ ചില നിയമങ്ങൾ. അതിലൊന്ന് അമൃതവേള യോഗം, 2 മുരളി ക്ലാസ്സിന് മുമ്പ് അരമണിക്കൂർ യോഗം, പിന്നെ വൈകുന്നേരത്തെ മെഡിറ്റേഷൻ, പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ട്രാഫിക് കൺട്രോളുകൾ. ഇതെല്ലാം ആരാണോ ചെയ്യുന്നത്, കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും ആരാണോ യോഗം ചെയ്യുന്നത് അവർ തീർച്ചയായിട്ടും ആത്മാഭിമാനി സ്വരൂപത്തിൽ വരും. लेकिन केवल योग में शरीर नहीं बैठना, मन बुद्धि भी ऊपर जानी चाहिए। केवल अगर शरीर तो 4 घंटा बैठा लेकिन मन बुद्धि नीचे भटक रहे, आत्माभिमानी नहीं बनेंगे। യോഗം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു കസേരയിൽ വന്ന് ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല, ശരീരം കൊണ്ട് മാത്രം ഇരിക്കുക എന്നുള്ളതല്ല, മനസ്സും ബുദ്ധിയും മുകളിൽ പോകണം. ഇപ്പം നമ്മളൊരു 4 മണിക്കൂർ ഒരു കസേരയിൽ ഇരുന്നു, അതിനെ യോഗമെന്ന് പറയില്ല. ആ 4 മണിക്കൂർ മനസ്സും ബുദ്ധിയും മുകളിൽ പോയാലേ അത് യോഗമാകൂ, എന്നാലേ ആത്മാഭിമാനി സ്ഥിതി വരും. तीसरी बात है, जो धारणा है हमारी, पवित्रता की धारणा, खान पान की धारणा, जितना धारणा स्वरूप बनेंगे उतना आत्माभिमानी बनेंगे। മൂന്നാമത്തെ പോയിന്റ് നമ്മളുടെ ധാരണയുടെ ശ്രദ്ധയാണ്. എത്രത്തോളം നമ്മൾ പവിത്രതയുടെ ധാരണ ചെയ്യുന്നുവോ, ആഹാരപാനീയങ്ങളുടെ ശുദ്ധി പാലിക്കുന്നുവോ, ആ ധാരണാ സ്വരൂപമാകുന്നവർ ആത്മാഭിമാനി സ്ഥിതിയിൽ വരും. अगर आप आत्माभिमानी नहीं है, इसका मतलब धारणाएं मेरे जीवन में थोड़ी कम है। നിങ്ങൾക്ക് ആത്മാഭിമാനി സ്ഥിതി വരുന്നില്ല എങ്കിൽ അതിന്റെ വേറൊരർത്ഥം ജീവിതത്തിൽ ധാരണയും കുറവാണ് എന്നാണ്. चौथी बात है, जितना आप सेवा करते हैं मनसा वाचा कर्मना, लेकिन उसमें नाम मानना शान नहीं, विधि पूर्वक सेवा करते हैं, सेवाओं से दुआएं मिलती हैं, वो आत्माभिमानी बनते हैं। ഇനി 4ാമത്തെ പോയിന്റ്, നിങ്ങൾ എത്രത്തോളം സേവനം ചെയ്യുന്നുവോ, എങ്ങനെ മനസ്സ വാച കർമ്മണ, പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, വിധിപൂർവം നിങ്ങൾ എത്രത്തോളം സേവനം ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ആശീർവാദം കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ആശീർവാദം നിങ്ങളെ ആത്മാഭിമാനി സ്ഥിതിയിലെത്തിക്കും. जिन्होंने 4 सब्जेक्टों का बैलेंस रखा है वो आत्माभिमानी बनते हैं. ഈ 4 വിഷയങ്ങളുടെ ബാലൻസ് ആരെല്ലാം വെക്കുന്നോ അവർക്കെല്ലാം ആത്മാഭിമാനിയാകാൻ സാധിക്കും. जैसे लौकिक में कॉलेज में बच्चे क्यों पढ़ते हैं? क्योंकि कॉलेज में पूरा पढ़ने के बाद बच्चों को डिग्री मिलती है, डिग्री लेने के लिए पढ़ते हैं, और जिन बच्चों के पास डिग्री है उसको नौकरी अपने आप मिल जाते हैं. കോളേജിൽ പോയി എന്തിനാ ലൗകികത്തിൽ കുട്ടികൾ പഠിക്കുന്നത്? കാരണം കോളേജിൽ പോയി പഠിക്കുമ്പോൾ അവർക്ക് ഡിഗ്രി കിട്ടും, ഡിഗ്രി നേടിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും. इसी तरह आज हम भी ये ब्रह्मा कुमारी विद्यालय में पढ़ रहे, क्यों? डिग्री लेने के लिए. तो हमारी डिग्री क्या है? फरिश्ता. ब्रह्मा कुमारी से एक विद्यालय है, फरिश्ता उसकी डिग्री है,
देवता हमारी नौकरी है. അപ്പം നമ്മളിവിടെ നോക്കണം, ഈ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ എന്തിനാ പഠിക്കുന്നത്? ഈ വിശ്വവിദ്യാലയത്തിൽ ഡിഗ്രി നേടാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന ഡിഗ്രിയുടെ പേരാണ് ഫരിസ്ത എന്ന്. ഫരിസ്തയാണ് നമ്മളുടെ ഡിഗ്രി. ദേവതയാകുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ജോലി. जिन्होंने डिग्री नहीं लिया, जो हल्के नहीं बने, भले सतयुग में जाएंगे, जैसे जिसके बाद डिग्री नहीं है उसको नौकरी तो लगती है, लेकिन कहीं ना कहीं चपरासी तो बन ही जाएगा. ഇപ്പൊ ഒരാള് ഡിഗ്രി ഒന്നും എടുത്തില്ല, ഫരിസ്തയൊന്നും ആയില്ല, അവർ സത്യയോഗത്തിൽ വരും. പക്ഷെ അവരുടെ ജോലി എങ്ങനെയുള്ളതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കണം. പഠിച്ച് നല്ല മാർക്കൊന്നും വാങ്ങാതെ ജോലിക്ക് വരുന്നവർ ഏത് പദവിയിലുള്ള ജോലി ആയിരിക്കും എടുക്കുക? വേറെ സാധാരണ ജോലിക്കാരായിട്ട് മാറും. इसीलिए हमें अच्छी तरह भविष्य का पद लेना है तो हमें क्या करना है? डिग्री लेना, अर्थात हल्के होकर के रहना है. जो भी आपको समझे, किसी को गृहस्थी में रहते हैं, कोई दुकान का, जहाँ भी रहते हैं हल्के होकर रहना, और उसके लिए आत्माभिमानी स्थिति जरूरी है. അതുകൊണ്ട് നമ്മൾക്ക് ഈ പഠിത്തം പഠിക്കുന്നതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം ഡിഗ്രി നേടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിഗ്രി നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സദാ ലൈറ്റ് ആയിട്ടിരിക്കണം എന്നാണ്. നിങ്ങൾ എവിടെ ഇരിക്കുന്നവരാണ്? നിങ്ങളിപ്പോൾ വീട്ടിൽ താമസിക്കുന്നവരാണ്, അല്ല നിങ്ങളിനി കട നടത്തുന്നവരാണെന്ന് വെച്ചോളൂ, നിങ്ങൾ എവിടെ ഇരിക്കുന്നവരാണെങ്കിലും സദാ ലൈറ്റ് ആയിട്ടിരിക്കണം. दूसरी बात है, अगर मुझे आत्माभिमानी बनना है, उसके लिए मेरी पवित्रता की धारणा परफेक्ट चाहिए. जिसकी पवित्रता की धारणा परफेक्ट है वो सोल कॉन्शियस बन सकते हैं, आत्माभिमानी बन सकते हैं, विधेयी बन सकते हैं. അതേപോലെ ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആത്മാഭിമാനി സ്ഥിതിയുടെ ധാരണ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ പവിത്രതയുടെ ധാരണ പെർഫെക്റ്റ് ആയിരിക്കണം, സമ്പൂർണ്ണമായിരിക്കണം. ആരുടെ പവിത്രതയുടെ ധാരണ പെർഫെക്റ്റ് ആണോ അവർക്ക് ആത്മാഭിമാനിയാകാൻ സാധിക്കും, സോൾ കോൺഷ്യസ് സ്റ്റേജിൽ വരാൻ സാധിക്കും, അവർക്ക് വിദേഹിയാകാൻ പറ്റും. अगर आप आत्माभिमानी नहीं हैं, इसका मतलब मेरी पवित्रता की धारणा ठीक नहीं है. ആത്മാഭിമാനി അല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം പവിത്രതയുടെ ധാരണ ശരിയല്ല എന്നാണ്. और आजकल तो माया ने पवित्रता को भंग करने के लिए कई ऐसे ऐसे साधन बनाया. कहते अच्छा, बाबा ने तो कितने नियम बनाए थे, बच्चे तुम्हें मूवी नहीं देखना है, फिल्म नहीं देखनी है, नॉवेल्स नहीं पढ़नी है. माया कहती अच्छा, तुम्हारे बाबा ने ये नियम बनाया है, ठीक है, मैं नियम तोड़ने के लिए क्या करते हो? साधन बनाती हूँ. आजकल माया ने ऐसा ऐसा साधन बनाया, मोबाइल. आप थिएटर में नहीं आते, तुम्हारे जेब में आती हूँ. आज हर एक के जेब में मोबाइल है. इसलिए इन साधनों से बच करके रहना है. उन साधनों से कोई ऐसी चीजें दे करके पवित्रता भंग न हो जाए, ये ध्यान रखना है. അതായത് പവിത്രതയുടെ ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ബാബ നമുക്ക് കുറേ നിയമങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷെ മായ നോക്കുമ്പം നിങ്ങൾ പവിത്രത ധാരണ ചെയ്യുന്നല്ലേ, ഇതിന് ഞാൻ വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് മായ തന്നെ ഒരുപാട് പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ ബാബ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ നിങ്ങൾ സിനിമയൊന്നും കാണാൻ പാടില്ല എന്ന്. അപ്പം നമ്മൾ തിയേറ്ററിലൊന്നും പോയി സിനിമ കാണുന്നില്ല, പക്ഷെ നമ്മളുടെ പോക്കറ്റിൽ തന്നെ ഒരു സാധനമുണ്ട്, മൊബൈല്. അതിൽ മായ എല്ലാ കാര്യങ്ങളും കൊണ്ടുതരും. അപ്പോൾ ഇതെല്ലാം കാണുന്നതിനനുസരിച്ച് നമ്മളുടെ പവിത്രത കുറയും. इसलिए पवित्रता जिसकी परफेक्ट है वो ऑटोमेटिकली सोल कॉन्शियस बन सकते हैं, अशरीरी बन सकते हैं, विधेयी बन सकते हैं. ആരുടെയാണോ പവിത്രത പെർഫെക്റ്റ് ആയിട്ടുള്ളത് അവർക്ക് ഓട്ടോമാറ്റിക്കലി ആത്മാഭിമാനി സ്ഥിതിയിൽ വരാൻ പറ്റും, അശരീരിയാകാൻ പറ്റും, വിദേഹിയാകാൻ പറ്റും. क्यों आत्माभिमानी स्थिति के लिए पवित्रता क्यों जरूरी है? ആത്മാഭിമാനി സ്ഥിതി വരാൻ വേണ്ടിയിട്ട് എന്തിനാ പവിത്രതയുടെ ആവശ്യം? जैसे पहले जमाने में एक दिया आता था, दिया जब ये लाइट नहीं रहती थी, एक केरोसिन डालते थे और उसमें माचिस लगाती थी, वो फ्लेम जलती थी और उससे सारा घरों का कारोबार चलता था. പണ്ട് കാലത്ത് ഈ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല, കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് നമ്മൾ മണ്ണെണ്ണ വിളക്കാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് നമ്മൾ മണ്ണെണ്ണ ഒഴിച്ച് പിന്നെ തീപ്പെട്ടി വെച്ചിട്ട് കത്തിക്കും. അപ്പോൾ ഒരു വിളക്കായിരിക്കും കത്തിക്കുന്നത്, പക്ഷെ ആ വീട്ടിൽ ആ റൂം നിറയെ വെട്ടം കിട്ടും അതിന്. और उस लैम्प के अंदर केरोसिन रहता था और बीच में बाती रहती थी, माचिस लगाओ फ्लेम जलती थी और उसी से हम सारा काम करते थे. അതായത് ആ മണ്ണെണ്ണ വിളക്കിൽ ആദ്യം നമ്മൾ മണ്ണെണ്ണ ഒഴിക്കും, എന്നിട്ട് അതിൻ്റെ തിരി പൊക്കിയിട്ട് അതിലാണ് നമ്മൾ തീപ്പെട്ടി കത്തിക്കുന്നത്. അപ്പോൾ ആ തീപ്പെട്ടി ആ മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ടാണ് രാത്രിയിൽ കാര്യങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. अगर उस दिए के अंदर केरोसिन नहीं है
और माचिस लगाते रहो, पूरा डब्बा भी खत्म हो जाएगा तो भी दीपक नहीं जलेगा. ഇനി നമ്മൾ മണ്ണെണ്ണ ഒഴിക്കാതെ ഒരു വിളക്ക് കത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു തീപ്പെട്ടിയുടെ മുഴുവൻ കൊള്ളി തീർന്നാലും വിളക്ക് കത്തില്ല. क्योंकि केरोसिन के कारण ही क्या होता था, वो फ्लेम जलती थी. കാരണം ഈ വിളക്ക് കത്താനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് തന്നെ അതിലൊഴിച്ചിരുന്ന മണ്ണെണ്ണയാണ്. इसी तरह योगी भी एक दिया है और इस दिए के अंदर तेल है पवित्रता. जितनी आपके शरीर में पवित्रता ज्यादा है, कहने की जरूरत नहीं मैं आत्मा हूं, अपने आप फ्लेम जलती रहेंगे, आत्माभिमानी बनेंगे. അതേപോലെ ഒരു യോഗിയുടെ ഈ ദീപം കത്തുന്നതിനുള്ള മണ്ണെണ്ണയാണ് പവിത്രത. നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം പവിത്രതയുണ്ടോ പിന്നെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല, താനെ ആത്മാവാകുന്ന ദീപം സദാ തെളിഞ്ഞു തന്നെ നിൽക്കും. इसीलिए बाबा ने जिस दिन पहले दिन ब्रह्मा कुमारी में आए उसी दिन कहा कि बच्चे तुम्हें पवित्र बनना है, फिर योगी बनो. अगर पवित्र नहीं तो योगी भी नहीं है. അതുകൊണ്ടാണ് ആര് ബ്രഹ്മകുമാരീസിൽ വന്നാലും ആദ്യം ബാബ പറയുന്ന കാര്യം കുട്ടി പവിത്രമാകൂ, യോഗിയാകൂ എന്നാണ്. കാരണം പവിത്രമാകാതെ ഒരിക്കലും യോഗിയാകാൻ സാധിക്കില്ല. और जितने जिसके पास पवित्रता अच्छी है, ज्यादा है, उतना उसकी लाइट फैलती है. ആരുടെ ഉള്ളിൽ പവിത്രത എത്രത്തോളം ഉണ്ടോ, നല്ല രീതിയിലുണ്ടോ, അവർക്ക് അത്രയും ലൈറ്റും കൂടുതലായിരിക്കും. ട്രാഫിക് കൺട്രോൾ ആണ്. तो बात चल रही थी आत्माभिमानी बनने के लिए ये पवित्रता की धारणा जरूरी है, क्योंकि जितनी पवित्रता है उतना हमारा ये दीपक, एक तो होता है 0 का बल्ब, एक होता है 40 का बल्ब, एक होता है 60 वोल्ट का बल्ब, एक होता है 100 वोल्ट का, एक होता है मरकुरी. तो चेक करो मेरा आत्मा की लाइट 0 वाली है, 40 वोल्ट की है. अगर विश्व की राजाई लेनी है, आपकी लाइट विश्व तक फैलनी चाहिए और इसका आधार है पवित्रता. पवित्रता से ही आपकी लाइट लंबी ओरा, जिसको ओरा कहते हैं, वो बढ़ता है. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പവിത്രതയുടെ ധാരണ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ആത്മാഭിമാനിയാകാം എന്നാണ്. ഇപ്പോൾ ലൈറ്റ് തന്നെ പല വോൾട്ടേജിലുള്ളതുണ്ട്, അറിയാലോ. പല വോൾട്ടിൻ്റെ ഉണ്ട്. 0 വോൾട്ട് ഉണ്ട്, 12 വോൾട്ടിൻ്റെ ഉണ്ട്, 24 വോൾട്ടിൻ്റെ ഉണ്ട്, 100 വോൾട്ടിൻ്റെ ഉണ്ട്, മെർക്കുറിയുടെ ഉണ്ട്. വോൾട്ടേജ് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് ലൈറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ പവിത്രതയാണ് നിങ്ങളുടെ വോൾട്ടേജ്. പവിത്രത എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ പ്രകാശം വിശ്വം മുഴുവനും വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അതിനെയാണ് ബാബ പറയുന്നത് ഓറ എന്ന്. നമ്മളുടെ പവിത്രത കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഓറ, നമ്മളുടെ ചുറ്റിനുമുള്ള പ്രകാശത്തിൻ്റെ വലയത്തിൻ്റെ പ്രഭാവം കൂടിക്കൊണ്ടേയിരിക്കും. इसीलिए पवित्रता के द्वारा अपना वोरे को क्या करना है, बढ़ाना है. और जितनी पवित्रता है उतनी आपकी सोल कॉन्शियस स्थिति पावरफुल है, शक्तिशाली है. അതുകൊണ്ട് പവിത്രതയിലൂടെ നമ്മളുടെ ഓറ, നമ്മളുടെ വലയത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് എത്ര നിങ്ങൾ പവിത്രമാകുന്നുവോ നിങ്ങളുടെ ആത്മാഭിമാനി സ്ഥിതിയും പവർഫുൾ ആകും. और केवल पवित्र रहने से भी नहीं चलेगा. दिए के अंदर तेल है लेकिन बीच में बाती नहीं है तो भी वो फ्लेम नहीं जलेगी. क्योंकि बाती का काम क्या होता है, नीचे जो फैला हुआ तेल है वो ऊपर तक फ्लेम तक पहुंचाना, ये बाती का काम होता है. നമ്മൾ പവിത്രമായി ഇരുന്നെന്ന് വെച്ചിട്ട് മാത്രം നമ്മളുടെ പ്രകാശത്തിൻ്റെ വലയത്തിൻ്റെ പ്രഭാവം ഉണ്ടാകില്ല. ഇപ്പം ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ അകത്ത് മണ്ണെണ്ണയുണ്ട്, പക്ഷെ തിരിയില്ല എങ്കിലോ? കാരണം ആ മണ്ണെണ്ണ വിളക്കിലിടുന്ന തിരിയാണ് താഴെ കിടക്കുന്ന മണ്ണെണ്ണ എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. फ्लेम का भोजन होता है केरोसिन. इसी तरह आत्माभिमानी बनने के लिए शरीर में पवित्रता है लेकिन हम स्मृति में नहीं रहते. स्मृति है बाती. बाबा क्यों कहते बच्चे अपनी बुद्धि ऊपर लटका दो, बुद्धि को ऊपर लगा दो. जितना हमारा ऊपर ध्यान होगा, बुद्धि बाबा में होगी, उतनी हमारी पवित्रता की ऊर्जा ऊपर चलेगी और उससे आत्मा का दीपक जलता रहेगा. അപ്പം ആ കത്തുന്ന വിളക്കിൻ്റെ ആഹാരം എന്ന് പറയുന്നത് അതിലുള്ള മണ്ണെണ്ണയാണ്. ആ മണ്ണെണ്ണയെ മുകളിലേക്ക് എത്തിക്കുന്നത് ആ തിരിയാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം പവിത്രതയുണ്ടോ അതിൽ മാത്രം കാര്യമില്ല, നിങ്ങൾ സ്മൃതിയാകുന്ന തിരി സദാ മുകളിലേക്ക് ബാബയിലേക്കായിരിക്കണം. എത്രത്തോളം നിങ്ങളുടെ സ്മൃതി മുകളിലേക്ക് പോകുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ പവിത്രതയുടെ
പവിത്രത കൂടിക്കൊണ്ടേയിരിക്കും, ആത്മാഭിമാനി സ്ഥിതി ശക്തിശാലിയായിക്കൊണ്ടേയിരിക്കും. इसीलिए जो योगी होते हैं उनके चेहरे में चमक होते हैं, तेज होता है, उसका अंदर से दीपक जल रहा है. അതുകൊണ്ട് യോഗികളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, യോഗികളുടെ മുഖം സദാ തിളങ്ങിക്കൊണ്ടിരിക്കും, പ്രകാശിച്ചുകൊണ്ടിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ ആ ദീപം കത്തുന്നുണ്ട്. और जिसका ये दीपक जलता है वो सदा खुश रहता है, मुस्कुराता रहता है, उसको टेंशन वगैरह नहीं होगा. और ऐसा चेहरा देखने बाद जो उदास है वो भी खुश हो जाता है. അങ്ങനെ ആരുടെ ദീപമാണോ സദാ തെളിഞ്ഞിരിക്കുന്നത് അവരുടെ മുഖം സദാ സന്തോഷത്തോടെ ഇരിക്കും, പുഞ്ചിരിയോടുകൂടിയിരിക്കും. അവരുടെ മുഖത്ത് യാതൊരു തരത്തിലുമുള്ള ടെൻഷൻ ഉണ്ടാവില്ല. അവരെ കാണുമ്പം ആകെ ദുഃഖിച്ചിരിക്കുന്ന ആളുകൾക്കും എന്ത് വരും? സന്തോഷം വരും. നിങ്ങളെല്ലാവരും അങ്ങനെ ഇരുന്നേ. और जो ऐसा आत्माभिमानी स्थिति में रहता है उसके इर्द गिर्द में गुण और शक्तियां रहती हैं. അങ്ങനെ ആത്മാഭിമാനി സ്ഥിതിയിലിരിക്കുന്നവരുടെ ഓരോ കോശങ്ങളിൽ നിന്നും ഗുണവും ശക്തിയും വന്നുകൊണ്ടേയിരിക്കും. इसीलिए पवित्रता के द्वारा सोल कॉन्शियस, पहली बताया 4 सब्जेक्ट को परफेक्ट करके हमें क्या करना है? सोल कॉन्शियस बनना है. दूसरा बताया पवित्रता के द्वारा सोल कॉन्शियस बनना है. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ? 4 വിഷയങ്ങളിലും പെർഫെക്റ്റ് ആകണം, എങ്കിൽ ആത്മാഭിമാനി സ്ഥിതി നേടിയെടുക്കാൻ പറ്റും. രണ്ടാമത് പറഞ്ഞത് എന്താ? പവിത്രതയുടെ ധാരണയിലൂടെ ആത്മാഭിമാനി സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. तीसरी बात है आत्माभिमानी बनना है, उसके लिए 7 स्वरूपों का अभ्यास करो. हमारे आत्मा के मूल गुण 7 हैं: शांत स्वरूप, आनंद स्वरूप, शक्ति स्वरूप, प्रेम स्वरूप, सुख स्वरूप. जो आत्मा के 7 गुण हैं, इस 7 गुण को जितना बढ़ाएंगे, उसके स्वरूप बनेंगे, उतने आपकी सोल कॉन्शियस स्थिति बनेगी. ഇനി മൂന്നാമത്തെ പോയിന്റ് കേട്ടോളൂ. ആത്മാവിൻ്റെ ഉള്ളിലുള്ള 7 ഗുണങ്ങളെയും വർദ്ധിപ്പിക്കണം. ആത്മാവിന് മുഖ്യമായിട്ടും 7 സ്വരൂപമാണുള്ളത്. ശാന്തിയുടെ സ്വരൂപം, ആനന്ദത്തിൻ്റെ സ്വരൂപം, ജ്ഞാനത്തിൻ്റെ സ്വരൂപം, ശക്തികളുടെ സ്വരൂപം, ആനന്ദത്തിൻ്റെ, അറിയാലോ ആത്മാവിൻ്റെ 7 ഗുണങ്ങളാണ്. ഈ 7 ഗുണങ്ങളെ നമ്മൾ എത്ര കൂടുതൽ അതിൻ്റെ സ്വരൂപമാകുന്നുവോ ആത്മാഭിമാനിയാകാൻ സാധിക്കും. इसीलिए ये मैंने कोई क्लास नहीं करा रहा हूं, लेकिन मैंने अपनी आत्माभिमानी स्थिति बनाने के लिए क्या क्या पुरुषार्थ किया वो प्रैक्टिकल क्लास आपको सुना रहा हूं. ഞാൻ നിങ്ങൾക്ക് ഇത് ക്ലാസ് എടുക്കുന്നതല്ല, ആത്മാഭിമാനി സ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പ്രാക്ടിക്കലിൽ എന്തെല്ലാം പുരുഷാർത്ഥം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. क्योंकि मैं जब शुरू में ज्ञान में आया था, मैं तो 11 साल स्कूल भी नहीं गया था. लौकिक में बकरी चराने वाले परिवार में रहता था. एक बार कपड़े डाल दिया, फटने तक निकालता भी नहीं था. ऐसे बकरी चराते थे, 6 महीना स्नान भी नहीं करते थे. അനുഭവം അറിയാണ് ബായിജി തൻ്റെ, അതായത് ഇദ്ദേഹം 12 വയസ്സ് വരെ സ്കൂളിലേ പോയിട്ടില്ല. ഈ ആടൊക്കെ മേയ്ക്കുന്ന വീട്ടിലാണ് ജനിച്ചതെന്നാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ കുറേ നാൾ കുളിക്കുക പോലും ഇല്ല. അങ്ങനൊരു അവസ്ഥയിലാണ് ജീവിച്ചത്. 6 മാസമൊക്കെ ആ ഉടുപ്പ് തന്നെ ഇട്ടിരിക്കും. കാരണം അവർ വളരെ പാവപ്പെട്ട അവസ്ഥയിലാണ്. അവിടെ എങ്ങനെ എന്താ പറയുക, അത്രയ്ക്കുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ ജീവിച്ച ആളാണ്. तो 11 साल के बाद हमारे खेती से एक रोज बच्चा जाता था. मैं सोचता था ये बच्चा रोज कहाँ जाता है. मैं उसके पीछे पीछे गया. एक मंदिर में स्कूल लगती थी. मैंने कहा सर मुझे भी पढ़ना है. तो टीचर ने मना किया, तुम तो बड़े हो गए, अब थोड़ी पढ़ सकते. അപ്പോൾ ഞാൻ 12 വയസ്സായപ്പോഴാണ് നോക്കുമ്പോൾ പിള്ളേരൊക്കെ എവിടെയൊക്കെയോ പോണ്. അങ്ങനെ ഞാൻ ആ പിള്ളേരെ പുറകെ പോയി. നോക്കുമ്പോൾ അവിടെ ഒരു ക്ഷേത്രത്തിൽ സ്കൂൾ നടക്കുകയായിരുന്നു. അപ്പം ഞാനും അവരുടെ പിന്നാലെ പോയി. പക്ഷെ വീട്ടിലൊക്കെ ഉള്ളവരെന്താ പറയുന്നത്, നീ എന്തിനാ പോണത്, പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ എന്നാണ് അവർ ചോദിക്കുന്നത്. तो मैंने कहा सर मुझे कोई नौकरी नहीं करनी है, मुझे पढ़ना है. मेरी लगन देख करके टीचर कहता ठीक है. एक ही टीचर था, 7 कक्षा इकट्ठी बैठती थी. मुझे पहले दिन टीचर ने 5वीं कक्षा वालों के साथ बिठाया. कहा कि पहले को सुनाएगी तो भी सुन लेना, दूसरे को सुनाएगी तो भी सुन लेना. तो रोज मैं स्कूल में जाना शुरू किया. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്കൊന്നും അല്ല പോകുന്നത്, എനിക്ക് പഠിക്കണം, അതുകൊണ്ട് ഞാൻ പോകുന്നതാണ്. അങ്ങനെ അവിടെ ചെന്ന് അവിടെ എല്ലാവരെയും പഠിപ്പിക്കാനായിട്ട് ഒരൊറ്റ ടീച്ചറേ ഉള്ളൂ. ടീച്ചർ നേരെ തന്നെ 5ാം ക്ലാസ്സിലായിരുത്തിയത്. എന്നിട്ട് പറഞ്ഞ് ഇവരെന്തൊക്കെ പഠിക്കുന്നു അതെല്ലാം കേൾക്കണം, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടോണ്ടേ ഇരിക്കുക. അങ്ങനെ ഞാൻ അങ്ങനെ പഠിക്കാൻ തുടങ്ങി. तो घर वालों ने पूछा कि आप रोज तो कहाँ जाते हैं. हमने कहा स्कूल में. क्या कि स्कूल क्या होता है, अपने पास पैसे नहीं है. मैंने कहा मैं बिना पैसे का पढ़ूंगा. तो मैं क्या करता था, रद्दी से पुरानी डायरी लाता था,
पानी से धुलाई करता था, धूप में सुखा करके फिर लिखता था. അപ്പൊ വീട്ടുകാർ ചോദിച്ചു നീ ഇതെവിടെയാ ഈ ദിവസം പോകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു സ്കൂളിലാ പോകുന്നത്. അപ്പൊ വീട്ടുകാർ ചോദിച്ചു സ്കൂളാ, അതെന്താണ് സംഭവം? നമ്മളെ കയ്യിൽ പൈസയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പൈസയൊന്നും വേണ്ട, ഞാൻ പൈസയൊന്നും കൊടുക്കാതെ പഠിച്ചോളാന്ന്. അപ്പം ഞാൻ ആരെയെന്നെങ്കിലുമൊക്കെ പഴയ നോട്ട്ബുക്ക് ഡയറി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് നനയ്ക്കും, നനച്ചിട്ട് അതിനെ ഉണക്കും, എന്നിട്ട് അതിലാണ് എഴുതിയിരുന്നത്, എഴുതി പഠിക്കാനായിട്ട്. എല്ലാരും കൈയടിച്ചോളൂ. ഉറക്കവും പോവും, അടുത്തിരിക്കുന്നവർ ഉണരും, സേവനവും ആവും. तो रद्दी से डायरी ला करके धुलाई करके लिखते थे और दोबारा सिलाई करके डायरी बना फिर लिखते थे. एक दिन आया 9वीं कक्षा में, उसी डायरी के साथ एक ब्रह्मा कुमारी का किताब मिला और उसी से ज्ञान में आए. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 9ാം ക്ലാസ്സിലെത്തിയ സമയത്ത് എന്താ പരിപാടി? എവിടെന്നെങ്കിലുമൊക്കെ പഴയ ഡയറി കളക്ട് ചെയ്യുക, വെള്ളത്തിൽ നനയ്ക്കുക, അതിനെ ഉണക്കുക, വീണ്ടും തയ്ക്കുക, അത് ഉപയോഗിക്കുക, അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു വട്ടം ഡയറി ഇങ്ങനെ എടുത്ത സമയത്ത് ബ്രഹ്മകുമാരീസിന്റെ ഒരു പുസ്തകം കിട്ടി. അന്നാണ് ജ്ഞാനത്തിൽ വന്നത്. അങ്ങനെയാണ് ബ്രഹ്മകുമാരീസിൽ പോകാൻ തുടങ്ങിയത്. और वो किताब में एक 3 लोग का चित्र था, क्योंकि वो प्रदर्शनी का अंक था. 3 लोग का चित्र. 8 दिन पहले टीचर ने एक लेसन पढ़ा था, मनुष्य चांद तक गया है. लेकिन मैंने देखा चांद से पार उस किताब में ब्रह्मा बैठा है, विष्णु बैठा है, शंकर बैठा है. मैंने सोचे ये तो सर ने बताया नहीं चांद से पार कोई गया है. तो मैंने उस किताब को सर को दिखाया. सर कहता है छोड़ो, उसका कोई क्वेश्चन परीक्षा में नहीं आएगा. मैंने फिर क्या किया, प्रिंसिपल को जाकर पूछा, उन्होंने भी वही. तो मैंने ब्रह्मा कुमारी में पत्र लिखा, आदरणीय ब्रह्मा कुमारी, आप तो चंद्रमा से भी पार गए, आप लोगों ने अपना नाम ज्योग्राफी में क्यों नहीं लिखवाया? അപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോഴത്തേക്ക് ആ ചിത്രത്തിൽ 3 ലോകങ്ങളാണ് കാണിച്ചിരുന്നത്. ആ പുസ്തകത്തിലൊരു ചിത്രം ഉണ്ടായിരുന്നു, 3 ലോകങ്ങളുടെ ചിത്രം. അപ്പോൾ ഇദ്ദേഹം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് മനുഷ്യൻ ചന്ദ്രൻ വരെ പോയിട്ടുണ്ടെന്ന്. ചന്ദ്രന്റെ മുകളിൽ പോയതായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പം അതിൽ നോക്കുമ്പോൾ ചന്ദ്രൻ്റെ മുകളിൽ ബ്രഹ്മാവും വിഷ്ണു ഒക്കെ ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിരുന്നത്. അപ്പം ഇദ്ദേഹം സ്കൂളിൽ സാറിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചതുകൊണ്ട് ഇതിൽ ചന്ദ്രൻ്റെ മുകളിൽ ആളുകൾ ഇരിക്കുന്നത് കാണിക്കുന്നത്. സാറിൻ്റെയൊക്കെ എടുത്ത് കളയേണ്ട ആവശ്യമില്ല, ഇതൊന്നും പരീക്ഷയ്ക്കൊന്നും വരണ കാര്യങ്ങളല്ല എന്ന്. അപ്പം ഇദ്ദേഹം എവിടെയുള്ള ഏതോ ഒരു സന്യാസിയുടെ അടുത്ത് പോയിട്ട് അവിടെ കാണിച്ചു. അപ്പം അങ്ങേർക്കും അതിൻ്റെ ഉത്തരവൊന്നും അറിയില്ല. ഉടനെ ബ്രഹ്മകുമാരീസിൽ എഴുതി, നിങ്ങൾ എന്താണ് ചന്ദ്രൻ്റെയൊക്കെ മുകളിൽ പോയിട്ടുണ്ടോ, ഇങ്ങനെ ചിത്രം നിങ്ങൾ കാണിച്ചിരിക്കുന്നല്ലോ എന്ന്. तो वहां से मुझे एक पत्र आया, आप 10 रुपये भेजो, उसका आपको किताबें भेजेंगे. मेरे पास 10 रुपये तो था ही नहीं. मैंने 6 महीना तक कुएं से ला करके पानी बेचा, 2 पैसा 3 पैसा, और 6 महीने के बाद 10 रुपये कटा गया, एमओ से भेजा, और उसी से मुझे हर महीने में किताब आता था, और उस किताबों को पढ़ करके मैं ज्ञान में चला. അപ്പം അവിടെ നിന്ന് എനിക്ക് റിപ്ലൈ വന്ന ഇതാണ്, അതായത് 10 രൂപ അടച്ചാൽ ഈ ബ്രഹ്മകുമാരീസിലെ പുസ്തകം കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ 10 രൂപ തൊട്ട് 1 രൂപ പോലും എടുക്കാനില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, നേരത്തെ പോലെ പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് വെള്ളത്തിൽ കഴുകി അതിനെന്ത് ചെയ്യുമായിരുന്നു, വിൽക്കും. അങ്ങനെ 1 പൈസ 2 പൈസ അങ്ങനെ കൂട്ടി 6 മാസമായപ്പോൾ 10 രൂപയായി. ആ 10 രൂപ ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തു. അവരെനിക്ക് പുസ്തകം അയച്ചു. ആ പുസ്തകം വായിച്ചാണ് ഞാൻ ജ്ഞാനത്തിൽ വന്നത് എന്ന് പറയാ. उसके बाद 2 साल तक ऐसे ज्ञान में चले. वो किताबों को पढ़ता था, मेडिटेशन करता था. फिर 10वीं में बोर्ड में पहला नंबर लिया. 10वीं के बाद ITI का कोर्स करने के लिए बड़े शहर में गए थे. तो वहाँ एक ब्रह्मा कुमारी की पाठशाला मुझे मिली. അന്ന് ഞാൻ 2 വർഷം ആ പുസ്തകം മാത്രമാണ് വായിച്ചിട്ടുള്ളത്. ആ പുസ്തകം വായിക്കും, മെഡിറ്റേഷൻ ചെയ്യും. 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിൽ നല്ല മാർക്കോട് കൂടി പാസ്സായി. അടുത്ത ITയിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ അങ്ങനെ പട്ടണത്തിൽ വന്നു. അവിടെ ബ്രഹ്മകുമാരീസിന്റെ തൊട്ടടുത്താണ് ITയിൽ പഠിക്കാൻ കിട്ടിയത്. और जिस दिन मैं पहले दिन पाठशाला में गया था, वहाँ मुरली चल रही थी. पहले दिन मैं मुरली सुन रहा था. वो मुरली में हर लाइन में, बच्चे तुम आत्मा हो, तुम आत्माभिमानी बनो, आत्मा. मुझे लगा यहाँ का मुख्य लेसन आत्मा का. मैं बाहर गया और अपने हाथ पर भी लिख करके रखा है उसी दिन. അതായത് ഞാൻ ആദ്യമായിട്ട് സെന്ററിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ മുരളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മുരളിയിൽ നോക്കുമ്പോൾ ഓരോ ലൈൻ കഴിയുമ്പോഴും അതിൽ പറയാണ്, കുട്ടികളെ നിങ്ങൾ ആത്മാവാണ്, നിങ്ങൾ ആത്മാവാണ് എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ പഠിപ്പിക്കുന്ന ഏറ്റവും മുഖ്യമായ പാഠം ആത്മാവാണെന്നുള്ള പാഠമാണെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ പച്ച എഴുതി വെച്ചു, ഞാൻ ആത്മാവാണ് എന്ന്. അതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. और इस आत्मा के लेसन को पक्का करके आज महारथी तक पहुंच गया. कहाँ पहुंच गया, बाबा ने कितना सेवा करा. ये तो इसलिए मैं कोई क्लास नहीं करा रहा हूँ, लेकिन हमने ये पहला लेसन पक्का किया और इसी से योग का सब्जेक्ट बाकी सारी आज कितनी सारी सेवाई कर रहे हैं. 12,000 स्कूल कॉलेज में बाबा का संदेश दिया है. 1100-1200 जेलों में, जिसके कारण इंडिया बुक ऑफ रिकॉर्ड में नाम दर्ज हो.
അതായത് ആ ഒരു ആത്മാഭിമാനി പാഠം പക്കയാക്കി എവിടെ എത്തി? മധുബനിൽ. എത്ര സേവനം ചെയ്തെന്നറിയോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് അല്ല എടുക്കുന്നത്, എൻ്റെ അനുഭവമാണ് കേൾപ്പിച്ചു തരുന്നതെന്ന്. ആ ഒരൊറ്റ പാഠം വെച്ച് ഒരുപാട് സേവനം ചെയ്തു. ആ 12,250 കോളേജുകളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. 1125 ജയിലുകളിൽ ഈ ബ്രദർ ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ റെക്കോർഡ് വരെ ഇട്ടിട്ടുള്ള ആളാണ്. അത്രയ്ക്ക് സേവനം ബാബ ചെയ്യിപ്പിച്ചു. ഒരൊറ്റ കാരണം കൊണ്ടാണ്, ആത്മാവാണെന്നുള്ള ആ ഒരു പാഠം പക്കയാക്കിയത് കൊണ്ട്. मैं तो लौकिक में 2 शब्द किसी को बोल नहीं सकता था, मैं डरता था पुलिस वालों को देख करके, लेकिन आज खूंखार कैदियों को परिवर्तन करने का सेवा कर रहे हैं. ये आत्माभिमानी स्थिति की कमाल है. എനിക്ക് ലൗകികത്തിൽ ഒരാളുടെ മുഖത്ത് നോക്കി 2 വാക്ക് പറയാൻ വരെ പേടിയായിരുന്നു. പോലീസുകാരെ കാണുന്നതേ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ആ ജയിലിൽ പോയിട്ട് ജയിൽ പുള്ളികൾക്ക് വരെ ക്ലാസ് എടുത്ത് അവർക്ക് അവരെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കുന്നതിൻ്റെ കാരണം തന്നെ ആത്മാഭിമാനി സ്ഥിതിയുടെ അതിശയമാണ്. इसलिए मैंने क्या किया था, 7 दिन के लिए 7 गुणों को फिक्स किया. सोमवार के दिन शांत स्वरूप में रहना है, मंगलवार के दिन आनंद स्वरूप में रहना है, बुधवार के दिन शक्ति स्वरूप में रहना है. और ये गुणों को बढ़ाने से आत्माभिमानी बनना बहुत इजी हो गया. അപ്പം അതിന് ഞാൻ എന്താണ് ചെയ്തത്, എന്ത് പുരുഷാർത്ഥമാണ് ചെയ്തതെന്ന് പറയാണ്. അതായത് ഞാൻ 7 ദിവസത്തേക്ക് വേണ്ടി 7 ഗുണങ്ങൾ ഉറപ്പിച്ചു. തിങ്കളാഴ്ച ഞാൻ ശാന്തസ്വരൂപമായിട്ട് മാറും, ചൊവ്വാഴ്ച ഞാൻ ആനന്ദ സ്വരൂപമായിട്ട് മാറും, ബുധനാഴ്ച ഞാൻ ശക്തി സ്വരൂപമായിട്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഗുണങ്ങൾ ഉറപ്പിച്ച് ആത്മാഭിമാന സ്ഥിതി പ്രാക്ടീസ് ചെയ്തു വരികയാണ്. जब आत्मा 7 गुणों से भरपूर होती है तब सोल कॉन्शियस होते हैं. ये 7 गुण आत्मा के जब कम हो जाते हैं देहभान आ जाता है. ആത്മാവിൻ്റെ ഉള്ളിൽ 7 സ്വരൂപം നിറയുമ്പോഴാണ് ആത്മാഭിമാനി സ്ഥിതിയിലെത്താൻ പറ്റുന്നത്. 7 സ്വരൂപങ്ങൾ കുറയാണ് എങ്കിൽ ദേഹബോധം വരും. चौथी बात है, अगर आत्माभिमानी स्थिति अशरीरी बनना है, निरहंकारी होकर के रहो. जितना निरहंकारी उतना निराकारी स्थिति अपने आप बनेगी. 4ാമത്തെ കാര്യമാണ്, ആത്മാഭിമാനി സ്ഥിതി അല്ലെങ്കിൽ അശരീരി സ്ഥിതി വരണമെങ്കിൽ നിരഹങ്കാരി ആയിട്ടിരിക്കണം. എത്രത്തോളം നമ്മൾ നിരഹങ്കാരിയാകുന്നുവോ അത്രയും നമ്മൾക്ക് നിരാകാരിയാകാൻ സാധിക്കും. ब्रह्मा बाबा अंत में शरीर छोड़ते छोड़ते गए थे, बाद में पीछे मुड़ करके बाबा ने सभी बच्चों को एक शिक्षा दी, बच्चे निराकारी बनो, निर्विकारी बनो, निरहंकारी बनो. ये टोटल ज्ञान का सार है, ये निरहंकारी बनना. ബ്രഹ്മ ബാബ അന്തിമത്തിൽ ശരീരം വിട്ടു പോയില്ലേ? അപ്പോൾ ബാബ അതിന് തൊട്ട് മുമ്പ് ക്ലാസ്സിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് കുട്ടികളോട് പറഞ്ഞ പോയിന്റ് ഇതാണ്: കുട്ടികളെ നിരാകാരിയാകൂ, നിർവികാരിയാകൂ, നിരഹങ്കാരിയാകൂ. മുഴുവൻ ജ്ഞാനത്തിൻ്റെയും സാരം എന്ന് പറയുന്നത് തന്നെ നിരഹങ്കാരിയാകുക എന്നുള്ളതാണ്. हम ज्ञानी हैं, इसकी निशानी है निरहंकारी. अगर ज्ञान में चलने के बाद अभिमान दिखाई पड़ता है, अभिमान वाला असली ज्ञानी नहीं है. നമ്മൾ ജ്ഞാനിയാണ് എന്നതിൻ്റെ തെളിവെന്താ? ജ്ഞാനിയാണ് എന്നതിൻ്റെ തെളിവാണ് നിരഹങ്കാരി സ്ഥിതി. ഇനി നമ്മൾ ജ്ഞാനത്തിൽ വന്നതിന് ശേഷവും നമുക്ക് അഭിമാനമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ശരിക്കും ജ്ഞാനം മനസ്സിലായിട്ടില്ല എന്നാണ്. अभिमान आया, सारे गुणों का गुलदस्ता मुरझाया, सारे गुण भाग गए. अभिमान आने से सारे गुण चले जाए, शक्ति भी गई, वो जीरो बन जाता है. फिर അഭിമാനം വന്നെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മുഴുവൻ ഗുണങ്ങളുടെയും പൂച്ചെണ്ട് വാടിപ്പോയെന്നാണ്. അഭിമാനം വന്നു കഴിഞ്ഞാൽ എല്ലാ ഗുണങ്ങളും ഇല്ലാതാകും എന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ നിന്ന് എല്ലാ ഗുണങ്ങളും ഇല്ലാതായി പോകും. और ज्ञानियों का अभिमान ये दुश्मन है, वैरी है. ജ്ഞാനികളെ സംബന്ധിച്ച് അഭിമാനം എന്ന് പറയുന്നത് ശത്രുവാണ്. बाबा कहते मेरे अच्छे अच्छे बच्चे थे, बहुत ज्ञानियों करते थे, सब कुछ करते थे, लेकिन आज ज्ञान में है ही नहीं, चले गए. क्यों? उनका अभिमान जागृत आया, इसीलिए वो चले गए. घाटा उनका ही हो गया. ബാബ പറയാറില്ല, എനിക്ക് നല്ല നല്ല ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, ഒരുപാട് ജ്ഞാനം പഠിപ്പിക്കുന്ന നല്ല നല്ല കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവർ ജ്ഞാനം വിട്ടുപോയി. എന്തുകൊണ്ടാ? അവരെ അഭിമാനമാകുന്ന മായ വന്ന് കഴിച്ച് അവർ ജ്ഞാനം വിട്ടുപോയി. इसीलिए रावण बहुत होशियार था, रावण शास्त्रों का ज्ञाता था, रावण के पास संपत्ति भी बहुत थी, लेकिन रावण को इन चीजों का अभिमान था, इसीलिए पूरा परिवार को लेकर खत्म हो गया वो.
രാവണനെ വളരെ സമർത്ഥനായിട്ടാണ് കഥകളി കാണിക്കുന്നത്. രാവണൻ ഭയങ്കര ജ്ഞാനിയാണ്. രാവണന്റെ കയ്യിലില്ലാത്ത സമ്പത്തൊന്നുമില്ല. പക്ഷെ രാവണന് ആ ജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയൊക്കെ അഭിമാനം കൂടുതലായിരുന്നു. അത് കാരണം കുടുംബസമേതം രാവണൻ നശിച്ചുപോയി. इसीलिए कहते हैं विद्या विनीन शोभते, विद्या में विनम्रता दिखनी चाहिए. അതുകൊണ്ടാണ് പറയുന്നത് വിദ്യയ്ക്ക് ഏറ്റവും ശോഭയായിട്ടുള്ള കാര്യം വിനയമാണ്. എവിടെ വിദ്യയുണ്ടോ അവിടെ വിനയം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. इसलिए दीदी जी भी हमेशा कहती थी झुक झुक झुक, मर मर मर, सीख सीख सीख. जीवन में सीखना सीखो, मरना सीखो, झुकना सीखो. അതുകൊണ്ട് ദീദിജി എപ്പോഴും പറയുമായിരുന്നു എല്ലായിടത്തും വളരെ വിനയത്തോടെ തല കുനിഞ്ഞ് മരിക്കേണ്ടടുത്ത് മരിച്ചു തന്നെ പോകണം. ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ക്ഷമിക്കാനും തല കുനിക്കാനും മരിക്കാനും പഠിക്കണം എന്ന് ദീദിജി പറയുമായിരുന്നു. कई कहते हैं यार हमको बहनें पूछती नहीं, पहले तो हम इतना करते थे, ये करते थे, हमें पूछती नहीं. ये पूछ पूछ की पूछ, और जिसको ये पूछ होगी सतयुग में नहीं जाएंगे. जैसे जो सतयुग में जो गोप गोपिकाएं किसी को भी पूछ नहीं है. पूछ वाले लोग कहाँ होते हैं? त्रेतायुग में. राम के साथ जितने भी भगत हैं सबको पीछे से पूछ है, क्योंकि उन्होंने ज्ञान में चले थे लेकिन अभिमान नहीं छोड़ा था. इसीलिए पूछ पूछ के पूछ को आग लगा दो, उसको काटो, निरहंकारी बनो, तब आत्माभिमानी बनेंगे. പലരും പറയാറുണ്ട് പണ്ടൊക്കെ സിസ്റ്റർ എൻ്റെ അടുത്ത് പലതും ചോദിക്കുമായിരുന്നു, ഇപ്പൊ ഒന്നും ചോദിക്കാറേ ഇല്ലാന്ന്. ഈ ചോദിക്കുക എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ പൂച്ച് എന്നാണ് പറയുന്നത്, വാലിനും ഹിന്ദിയിൽ പൂച്ച് എന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല എന്നുള്ള ഉള്ളിൽ ചോദ്യം വന്ന് വന്ന് അതൊരു വാലായിട്ട് മാറും. ഈ വാലുള്ളവർക്ക് സത്യത്തിൽ വരാൻ പറ്റില്ല. വാലുള്ളവരെയൊക്കെ കാണിച്ചിരിക്കുന്നത് ത്രേതായുഗത്തിൽ രാമൻ്റെ കൂടെയാണ്. അതുകൊണ്ട് വാല് പാടില്ല, വേണ്ട എന്നാണ് പറയുന്നത്. अब कोई माता जी को बहन जी ने कहा माता जी थोड़ा इसको पोछा लगा दो. कहते बहन जी हम इतने बड़े घर के अगर यहाँ कोई देखेगा पोछा लगाते समय, इसीलिए हमारी थोड़ा स्थिति देख करके, हमारी परिस्थिति देख करके हमको सेवा देना. ये भी क्या है? अभिमान है. ഇപ്പോൾ ഒരു മാതാജി, ഒരു വലിയ വീട്ടിലെ മാതാജി ഇവിടെ വന്നെന്ന് വെച്ചോളൂ. അവരടുത്ത് സിസ്റ്റർ പറയാണ് ഇവിടെ ഒന്ന് തൂക്കാൻ പറയാ, അല്ലെ തുടയ്ക്കാൻ പറയാണ്. അപ്പോൾ ഒരു പറയാണ് അയ്യോ ഇത്രയും വലിയ വീട്ടിലെ ഞാൻ ഇവരെയൊക്കെ മുമ്പ് വെച്ച് ഇവിടെ തുടയ്ക്കാനോ? ആളുകളെയൊക്കെ നോക്കി ആളും തരമൊക്കെ നോക്കിയല്ലേ എനിക്ക് സേവനം തരേണ്ടത് എന്ന് നിങ്ങൾക്ക് അഭിമാനം വന്നോ? അതും ദേഹാഭിമാനമാണ്. ब्रह्मा बाबा ने दादियों के अंदर का अभिमान को खत्म करने के लिए गुलजार दादी को सेवा दी थी, साइकिलिंग रिपेयरिंग करने की. मोटर के नीचे अंदर ड्रेस काला पहन करके अंदर जाना है, सफाई करना है. दादी निर्मल शांत दादी को बाबा ने सेवा दी थी सबके लिए जूते बनाओ. तो एक दिन निर्मल शांता दादी कहते बाबा मैं जूते कैसे सिलाई करूं? तो बाबा कहता है एक मोची जितनी अकल नहीं तुम विश्व के राजा क्या लोगी? तो बाबा ने देखो दादियों से भी सेवा कराई. इसलिए हमें अपना अभिमान को खत्म करना है. ബ്രഹ്മ ബാബ ദാദിമാരുടെ ഉള്ളിലുള്ള ദേഹ അഭിമാനം കളയാൻ വേണ്ടി അവരെ കൊണ്ട് എന്തെല്ലാം സേവനം ചെയ്യിപ്പിക്കുമായിരുന്നെന്നറിയോ? ഗുൽസാർ ദാദിയുടെ അടുത്ത് പറഞ്ഞു സൈക്ലിംഗ് ഒക്കെ റിപ്പയറിങ് നടത്തണമെന്ന്. എന്നിട്ട് മോട്ടോർ വണ്ടി ഉണ്ടല്ലോ, കാറിൻ്റെയൊക്കെ റിപ്പയറിങ് ചെയ്യിപ്പിക്കും. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വണ്ടിയുടെ അടിയിൽ കയറിയിട്ട് ആ വണ്ടി ക്ലീൻ ചെയ്യിപ്പിക്കുമായിരുന്നു. നിർമ്മൽ ശാന്ത ദാദിയുടെ അടുത്ത് പറഞ്ഞു ചെരുപ്പ് ഉണ്ടാക്കണമെന്ന്. നിർമ്മൽ ശാന്ത ദാദി ബാബയുടെ മകളാണ്, ലൗകിക പുത്രി. നിർമ്മൽ ശാന്താദാദി ബാബയുടെ അടുത്ത് ചോദിച്ചു ബാബ ഞാൻ എങ്ങനെ ചെരുപ്പുണ്ടാക്കും? അപ്പൊ ബാബ പറഞ്ഞു ഒരു ചെരുപ്പ് കുത്തിയിൽ അത്ര പോലും ബുദ്ധിയില്ലായെങ്കിൽ നീ എങ്ങനെ വിശ്വമഹാരാജാവാകും? इसलिए इस अभिमान को हमें बिल्कुल खत्म करना है. और जितना इस देह का, दादी जानकी जी भी 2 शब्द रोज बोलती थी, मैं कौन और मेरा कौन, मैं आत्मा और मेरा बाबा. इसलिए अभिमान को हमें खत्म करना है, तब निरहंकारी बनेंगे, तब निराकारी स्थिति आएगी. അതുകൊണ്ട് അഭിമാനം നമ്മൾ എത്രത്തോളം കളയുന്നു അത്രത്തോളം ആത്മാഭിമാനിയാകാൻ പറ്റും. ജാനകിദാദി എപ്പോഴും പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന 2 ശബ്ദങ്ങളാണ് മേ കോൺ മേരാ കോൺ. ഞാൻ ആരാണ്, എൻ്റെ ആരാണ്. ഞാൻ ആത്മാവാണ്, എൻ്റെ ബാബയാണ്. അപ്പം അങ്ങനെ എത്രത്തോളം അഭിമാനം കളയുന്നുവോ അതിനനുസരിച്ച് ആത്മാഭിമാനിയാകാം, നിരാകാരി സ്ഥിതിയിൽ വരാൻ സാധിക്കും. एक दिन ब्रह्मा बाबा निक्कर छोटी सी चड्डी पहन करके बनियान पहना था और उस सिर पे कुछ लपेटा हुआ था टावल, और गोबर लेकर के गोबर के उपले बना करके दीवार पर लगा रहे थे. उस समय पहले यज्ञ में खाना वो उपले का बनाता था, गोबर का वाला जो बनाते हैं उसका. तो अचानक दादी जी आई, कहा कि बाबा एक VIP आया है आपसे मिलने के लिए, आप जल्दी तैयार होकर के आ जाना.
बाबा कहते हैं बच्चे को यहीं भेज दो। अब कहा कि बाबा वो आपसे मिलने के लिए आए, संस्था के संस्थापक को, आपको ये देख करके नहीं, बच्चे को यहीं भेज दो। 5-6 बार बोला तो दादी ने उसको वहीं भेज दिया। ഒരു ദിവസം ബ്രഹ്മാവാമ്പ ഒരു ചെറിയ ഈ ബർമുട പോലത്തെ ഒരു കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് ബനിയനൊക്കെ ഇട്ടിട്ട് തലയിൽ കെട്ടൊക്കെ കെട്ടി തോർത്തൊക്കെ വെച്ച് ചുറ്റിയിട്ട് ഈ ചാണക വറളി ഇങ്ങനെ ഉരുട്ടിയിട്ട് അത് ചുവരിൽ ഒട്ടിച്ച് വെച്ച് ഉണക്കും. പണ്ട് കാലത്ത് ഗ്യാസ് ഒന്നുമില്ല, ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഉണങ്ങിയ ചാണക വറളി ഇട്ട് കത്തിച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ദാദി വന്നിട്ട് ബാബയുടെ അടുത്ത് പറഞ്ഞു, ബാബ ഒരു VIP കാണാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാബ പറഞ്ഞു ആ കുട്ടീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോൾ ഉടനെ ദാദി പറഞ്ഞു, ബാബ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനെ കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാബ പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നേ. അപ്പം അങ്ങനെ 5-6 പ്രാവശ്യം ദാദി പറഞ്ഞപ്പോഴും ബാബ പറഞ്ഞു എന്ത് ചെയ്യാൻ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ദാദി പോയിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വന്നു. जैसे वो VIP आया, बाबा को देखा विष्णु चतुर्भुज खड़ा है, एक हाथ में चक्र घूम रहे हैं, एक हाथ में गदा है, एक हाथ में पद्म है, एक हाथ में शंख है। कुछ समय के बाद क्या देखता है, एक बुजुर्ग व्यक्ति गोबर लेकर के उपला घुमा रहे हैं। कुछ समय के बाद देखता है विष्णु चतुर्भुज। वो समझ ले कि ये बुजुर्ग कोई साधारण नहीं, विष्णु चतुर्भुज है। उसके चरणों में पड़ा और पूरा परिवार को लेकर के समर्पित हो गया ब्रह्मा कुमारी में। അപ്പൊ ആ VIP ബ്രഹ്മാബാബയെ കാണാൻ വന്നപ്പം VIP എന്താ കണ്ടതെന്നറിയോ, ആ ഉടുപ്പിട്ടുകൊണ്ട് നിൽക്കുന്ന ബ്രഹ്മാബാബയോ വയസ്സനെയോ അല്ല കണ്ടത്. ഒരു കയ്യിൽ കറങ്ങുന്ന ചക്രം, ഒരു കയ്യിൽ ഗദ, ഒരു കയ്യിൽ ശംഖ്, ഒരു കയ്യിൽ താമര വെച്ച് നിൽക്കുന്ന വിഷ്ണു ചതുർഭുജത്തിനെയാണ് കണ്ടത്. അപ്പൊ നോക്ക്, മറ്റേ ചാണക വറളി ഉരുട്ടിയിട്ട് ചുവരിൽ ഒട്ടിച്ചുകൊണ്ടിരുന്ന ബ്രഹ്മാവിനെ കണ്ടില്ല, മറിച്ച് ചക്രം കറക്കിക്കൊണ്ട് നിന്ന വിഷ്ണു ചതുർഭുജത്തിനെ കണ്ടു. അത് കണ്ടതും ആ VIP ബാബയുടെ കാലിലേക്ക് വീണു, മുഴുവൻ കുടുംബസമേതം വന്ന് ബ്രഹ്മകുമാരിസിൽ സമർപ്പണം ചെയ്തു. ये है निरहंकारिता। इसलिए എല്ലാരും കൈയടിച്ച്, വിജയമാൽ മാജി നന്നായി കൈയടിച്ച്. जितने हम बड़े हैं, जितने पोस्ट हम है, उतना सिंपल रहना, साधारण रहना, और जितना निरहंकारी होकर के रहता है उससे लोगों को बहुत सीख मिलती है। इसीलिए निरहंकारी वाला ही निराकारी स्वरूप में, क्योंकि अभिमान वालों के संकल्प बहुत चलते हैं, मुझे पूछा ही नहीं, मुझे ये किया नहीं, उसको गुस्सा आएगा। इसीलिए बाबा कहते हैं बच्चे निरहंकारी बनो. അതുകൊണ്ട് ഇതാണ് നിരഹങ്കാരിത്വത്തിന്റെ തെളിവ്, ബാബയുടെ ഈ പറഞ്ഞ കഥ. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം നിരഹങ്കാരിയായിരിക്കുന്നുവോ, സിമ്പിൾ ആയിരിക്കുന്നുവോ അത്രയും നല്ലതാണ്. നമ്മൾ എത്ര ഉയർന്ന പദവിയിലാണ് ഇരിക്കുന്നതെങ്കിലും, എത്ര വലിയ പോസ്റ്റിൽ ഇരിക്കുകയാണെങ്കിലും നമ്മൾ സദാ നിരഹങ്കാരിയായിരിക്കണം. കാരണം നിരഹങ്കാരി ആകുന്നവർക്ക് നിരാകാരിയാകാൻ പറ്റൂ. ഇപ്പോൾ ഒരാളുടെ ഉള്ളിൽ അഹങ്കാരമുണ്ട്, ഇവരെൻ്റെ അടുത്ത് എന്താ ചോദിക്കാത്തത്, ഇവരെന്താ എന്നെ ഇങ്ങനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഇങ്ങനെ എത്രത്തോളം ഉള്ളിൽ സങ്കല്പങ്ങൾ നടക്കുന്നു അവർക്ക് നിരാകാരിയാകാൻ പറ്റില്ല. तो बाप समान बनना है, क्योंकि जो निराकारी स्वरूप में स्थित रहता है वो हर जगह पर हर व्यक्ति के साथ एडजस्ट होकर के चलता है. जितना निराकारी स्वरूप में रहता है उतना उसके बाद क्षमा का गुण होगा, दया भी करेगा, अपकारी पर भी उपकार करेगा. वो बिल्कुल बाप समान. जैसे बाबा सबका प्यारा क्यों है, क्योंकि बाबा निराकार है, शिव बाबा. इसी तरह हमें भी सबके प्यारे बनना है. इसीलिए निराकारी स्थिति, आत्म अभिमानी स्थिति, विधेयी स्थिति बड़ा जरूरी है. और ये स्थिति बनाने के लिए मैंने आपको 4-5 पॉइंट बताए, वो जरूरी है. इसके बिना हमारी बाप समान स्थिति नहीं बन सकती. അതുകൊണ്ട് നമുക്കും ബാബയ്ക്ക് സമാനമായിട്ട് മാറണം എന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ നിരാകാരി സ്ഥിതി പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മളുടെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തി വരും. നിരാകാരി സ്ഥിതിയിലിരിക്കുന്നവരുടെ ഉള്ളിൽ വിനയം, ക്ഷമ ഇതെല്ലാം കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പം എന്തുകൊണ്ടാണ് ശിവബാബയെ നമുക്ക് ഇത്ര ഇഷ്ടം? കാരണം ശിവബാബ നിരാകാരിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് നിരാകാരി സ്ഥിതി അല്ലെങ്കിൽ അശരീരി സ്ഥിതി, ആത്മാഭിമാനി സ്ഥിതി ആകേണ്ട ആവശ്യം വളരെയധികം ഉണ്ട്. അങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ 4-5 പോയിന്റുകൾ നേരത്തെ പറഞ്ഞു തന്നത്. तो कितनी बातें बताई? एक तो पहली बात बताई 4 सब्जेक्ट को पक्का करना, दूसरी बात बताई पवित्रता की धारणा, तीसरी बताई 7 स्वरूपों का अभ्यास, चौथी बताई निरहंकारी बनना, और 5वीं बात है अगर मुझे अशरीरी बनना है, विधेयी बनना है, आत्माभिमानी बनना है, संकल्पों को कम चलाओ, संकल्पों को पॉजिटिव चलाओ. जितने जो संकल्प कम चलाता है पॉजिटिव, वो अशरीरी विधेयी बन सकता है.
അതായത് നിങ്ങൾക്ക് ഞാൻ ആത്മാഭിമാനി സ്ഥിതിക്ക് വേണ്ടിയിട്ട് കുറച്ച് 4 പോയിന്റ്സ് പറഞ്ഞു. ഒന്നാമത്തത് 4 വിഷയങ്ങളിലും പെർഫെക്റ്റ് ആകണം. രണ്ടാമത്തത് പവിത്രതയുടെ ധാരണ ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് 7 ഗുണങ്ങളുടെയും സ്വരൂപമാകണം. നാലാമത്തത് നിരഹങ്കാരിയാകണം. ഇനി 5ാമത്തെ പോയിന്റാണ് സങ്കല്പങ്ങൾ വളരെയധികം കുറയ്ക്കണം. എത്രത്തോളം സങ്കല്പങ്ങൾ കുറയ്ക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾക്ക് സങ്കല്പങ്ങളെ പോസിറ്റീവ് ആക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾക്ക് ആത്മാഭിമാനിയാകാൻ സാധിക്കും. जिसके ज्यादा संकल्प चलते हैं, निगेटिव संकल्प चलते हैं, उतना उसके अंदर देहभान जागृत होता है. ഒരാൾക്ക് എത്ര കൂടുതൽ നെഗറ്റീവ് സങ്കല്പങ്ങൾ കൂടുതലാണോ അതിനനുസരിച്ച് അവർക്ക് ദേഹബോധവും കൂടും. इसीलिए नो क्वेश्चन, नो करेक्शन, नो कोटेशन, नो ऑपोजिशन, मन चुप. और जिसने मन को चुप रखा वो है ज्ञानी. थोड़ा भी कहते ये क्यों हुआ, मेरे साथ क्यों हुआ, ऐसे कैसे हुआ, वो है अज्ञानी. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നോ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യവും പാടില്ല. നോ കറക്ഷൻ, ആരെയും കറക്റ്റ് ചെയ്യാൻ തിരുത്താൻ പോവരുത്. നോ കൊട്ടേഷൻ, ആരെടുത്തും കൊട്ടേഷൻ വിടാൻ പോവരുത്. इसलिए नो करेक्शन, नो कोटेशन, नो अपोजिशन, നോ ഒപ്പോസിഷൻ, ഒന്നിനെ എതിർക്കാൻ പോവരുത്. സദാ മനസ്സിനെ നിശബ്ദമാക്കി വെക്കണം. ആരാണോ മനസ്സിനെ നിശബ്ദമാക്കി വെക്കുന്നത് അവരാണ് ശരിക്കും ജ്ഞാനി. आकाश के चंद्रमा को पानी में देखना है, पानी स्थिर चाहिए. परम धाम के परमात्मा को मन में देखना है, हमारा मन स्थिर चाहिए. ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രനെ വെള്ളത്തിൽ കാണണമെങ്കിൽ വെള്ളം വളരെ ക്ലിയർ ആയിരിക്കണം. വെള്ളം കുലുങ്ങാതെ ഇങ്ങനെ ശാന്തമായി കിടക്കണം. അതുപോലെ പരംധാമത്തിലിരിക്കുന്ന പരമാത്മാവിനെ നമ്മളുടെ മനസ്സിനുള്ളിൽ കാണണമെങ്കിൽ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം, ശാന്തമായിരിക്കണം മനസ്സ്. और वही जिसका मन चुप है वो है लाइट, वो है फरिश्ता. तो इसी भट्टी से हमें आत्म अभिमानी बन करके जाना है, फरिश्ता बन के जाना है. वो बाप समान बन सकता है. ആരുടെ മനസ്സാണോ സദാ നിശബ്ദമായിരിക്കുന്നത് അവർ ലൈറ്റ് ആയിരിക്കും, അവർ ഫരിസ്തയായിരിക്കും. അതുകൊണ്ട് ഈ ഭട്ടിയിൽ നിന്ന് പോകുമ്പം നമുക്ക് ആത്മ അഭിമാനിയായിട്ട് പോകണം, ഫരിസ്തയായിട്ട് പോകണം. इसीलिए संकल्प को हमें, मुझे लगता है इस सीजन में जितनी भी बाबा की मुरलियां चल रहे मधुबन में, संकल्पों को बचाने वाली मुरलियां चल रही. बच्चे संकल्प को बचाओ. അതുകൊണ്ട് നമ്മൾ സങ്കല്പങ്ങൾ കുറയ്ക്കണം. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ എന്തെല്ലാം ബാബ എത്ര മുരളി പറഞ്ഞോ ആ മുരളിയിലെല്ലാം ബാബ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇതാണ്: കുട്ടികളെ എത്രത്തോളം സാധിക്കുമോ സങ്കല്പങ്ങളുടെ എണ്ണം കുറയ്ക്കൂ എന്നാണ്. क्योंकि जो बीती वाली बातों को बिंदी लगाता है वो बिंदी स्वरूप में टिक सकता है. കാരണം ആരാണോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ബിന്ദു ഇടുന്നത് അവർക്ക് ബിന്ദു സ്വരൂപത്തിലിരിക്കാൻ പറ്റൂ. जिसके संकल्प ही वेस्ट गए उसका समय का खजाना गया, शक्तियों का खजाना गया, ज्ञान सारी खजाना चला गया. इसलिए संकल्प का खजाना बचाओ. ആരാണോ സങ്കല്പങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നത് അവരുടെ സമയം വേസ്റ്റാകും, അവരുടെ ശക്തികൾ വേസ്റ്റാകും, അവരുടെ ജ്ഞാനത്തിൻ്റെ ഭണ്ഡാരം വേസ്റ്റാകും. അതുകൊണ്ട് മാക്സിമം സങ്കല്പങ്ങളെ നമ്മൾ കുറയ്ക്കണം. और जिसके संकल्प ही वेस्ट गए वो ना आत्मा अनुभव, ना परमात्मा अनुभव, ना शांति का, ना सुख का कोई अनुभव नहीं होगा उसको. സങ്കല്പം വെറുതെ പാഴാക്കി കളയുന്നവർക്ക് ആത്മാവിൻ്റെ അനുഭവം ഉണ്ടാവില്ല, പരമാത്മാവിൻ്റെ അനുഭവം ഉണ്ടാവില്ല, ശാന്തിയുടെ അനുഭവം ഉണ്ടാവില്ല, സുഖത്തിൻ്റെ ഒരു അനുഭവം അവർക്കുണ്ടാവില്ല. एक शिष्य था, गुरु जी के पास जाता है, कहता है गुरु जी मैं बहुत भक्ति करता हूँ, दान करता हूँ, पुण्य करता हूँ, लेकिन मुझे कुछ अनुभव ही नहीं हुआ है. क्या भगवान मेरे से रूठ गए? तो गुरु जी हंसने लगे. ഒരിക്കൽ ഒരു ശിഷ്യൻ ഒരു ഗുരുവിൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഗുരുജി ഞാൻ ഒരുപാട് ഭക്തി ചെയ്യുന്നുണ്ട്, ദാനം ചെയ്യുന്നുണ്ട്, ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒരു സമാധാനവും ഇല്ല ജീവിതത്തിൽ. ഭഗവാൻ എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു. तो गुरु जी हंसने लगे. कहते मैं एक दिन बगीचे में बैठा था, उस समय 5-6 युवा आए थे. उन युवाओं को बहुत प्यास लगी थी. तो गुरु जी ने कहा सामने बगीचा है, वहाँ कुआं है, वहाँ बाल्टी है, रस्सा है, जाके पी के जाओ. അപ്പോൾ ഗുരുജി പറഞ്ഞു, ഞാനൊരു ദിവസം ഇങ്ങനെ ഇവിടെ പൂന്തോട്ടത്തിലിരിക്കുന്ന സമയത്ത് 5 ചെറുപ്പക്കാർ വന്നിരുന്നു. അവർക്കാണെങ്കിൽ നന്നായിട്ട് ദാഹിക്കായിരുന്നു. അപ്പോൾ അവർ വെള്ളം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ കിണറുണ്ട്, അവിടെ ബക്കറ്റുണ്ട്, കയറുണ്ട്, എടുത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ട് വരാൻ പറഞ്ഞു.
तो 5-6 युवा वहां गए, उन्होंने बाल्टी को रस्से से बांधा, कुएं में छोड़ा, पानी खींचा, पानी नहीं मिला, दोबारा बाल्टी डाली, फिर खींचा, नहीं मिला, तीसरी बार, चौथी बार, 10 बार बाल्टी डालते थे, खींचते थे, पानी नहीं मिला, प्यासे ही चले गए। कुएं में पानी भी था, बाल्टी भी थी, रस्सा भी था, तो भी प्यासे गए, क्योंकि उस बाल्टी को छेद थे। അവരെന്ത് ചെയ്തെന്നറിയോ, അവര് നേരെ ചെന്ന് ബക്കറ്റ് എടുത്ത് കയറ് കെട്ടി കിണറ്റിലിട്ട് വെള്ളം കോരാൻ നോക്കുകയാണ്. ആദ്യ വട്ടം കോരി വെള്ളം കിട്ടുന്നില്ല, രണ്ടാമത്തെ വട്ടം കോരി വെള്ളം കിട്ടുന്നില്ല, മൂന്നാമത്തെ വട്ടം കോരി 10 വട്ടമായി. ഇവരെ ദാഹവും പോയി, എല്ലാം പോയി. എത്ര കിണറ്റിൽ വെള്ളമുണ്ട്, പക്ഷെ വെള്ളം മുകളിലെത്തുന്നില്ല. കാരണം എന്താ, ആ ബക്കറ്റിൽ വലിയൊരു ഓട്ടയുണ്ടായിരുന്നു. ഓട്ടയെന്നല്ലേ പറയുന്നേ? वो तो कुएं के पास गए थे, आप तो सागर के पास आए। वैसे वो स्थूल सागर और ज्ञान सागर के साथ रहते हैं, लेकिन अगर आपके मन को छेद है, ना आत्मानुभव ना परमात्मा अनुभव, कोई अनुभव नहीं होगा। इसलिए आत्म अभिमानी बनना है, अपने मन के छेद को बंद करो। ये ड्रामा का पॉइंट जो हुआ अच्छा हुआ, हरे का पाठ अपना अपना है, ये सारा जो ज्ञान है मन को चुप रखने के लिए। इसलिए व्यर्थों से बचे रहो, आपको आत्म अभिमानी स्थिति, अशरीरी स्थिति की अनुभूति होगी। അത് നല്ല പോയിന്റാണ് കേട്ടോ. അതായത് അവര് വെറുതെ കിണറ്റിന്റെ മൂട്ടിൽ പോയി, പക്ഷെ വെള്ളം കോരിയിട്ട് കിട്ടിയില്ല, കാരണം അവരുടെ ബക്കറ്റിൽ ഓട്ടയുണ്ടായിരുന്നു. നിങ്ങൾ സാഗരത്തിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്, എന്നിട്ടും നിങ്ങൾ എത്രയും കോരിയിട്ടും നിങ്ങൾക്ക് ശാന്തി കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, സുഖം കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ ഓട്ടയുണ്ട് എന്നാണ്. അപ്പം ആദ്യം ആ ഓട്ടയാണ് അടയ്ക്കേണ്ടത്. ഡ്രാമയുടെ പോയിന്റ് കഴിഞ്ഞത് കഴിഞ്ഞു, നല്ലതിനാണ്, അങ്ങനെ എത്രത്തോളം മനസ്സിൻ്റെ ഓട്ട നിങ്ങൾ അടയ്ക്കുന്നുവോ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. इसलिए व्यर्थ संकल्प को जितना बचे रहेंगे उतना आत्म अभिमानी स्थिति में रहेंगे. അതുകൊണ്ട് വ്യർത്ഥ സങ്കല്പങ്ങളിൽ നിന്ന് എത്രത്തോളം നമ്മൾ രക്ഷപ്പെടുന്നുവോ അത്രത്തോളം ആത്മാഭിമാനി സ്ഥിതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. और जिसकी अपने भ्रुकुटी में आत्माभिमानी स्थिति में है, जो भ्रुकुटी के आसन पर बैठता है, उसकी सारी इंद्रिया उसके वश में है, और जिसकी सारी इंद्रिया उसके वश में है, उसका व्यवहार, उसके संस्कार सबको अच्छे लगेंगे. നിങ്ങൾ ആത്മാഭിമാനി സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഭ്രുകുടിയാകുന്ന സിംഹാസനത്തിൽ ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഇന്ദ്രിയങ്ങളും നിങ്ങളുടെ വശത്തായിരിക്കും. ആരാണോ മുഴുവൻ ഇന്ദ്രിയങ്ങളെയും സ്വന്തം വശത്താക്കി വെച്ചിരിക്കുന്നത്, അവരുടെ പെരുമാറ്റം, അവരുടെ രീതികൾ, ഇതെല്ലാം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. और आत्म अभिमानी बनने के लिए छठी बात, मैं सोचता हूँ ये टॉपिक पूरा करेंगे हम लोग, ठीक है. छठी बात है, अगर आत्म अभिमानी अशरीरी स्थिति का अनुभव करना है, बाप समान बनना है, उसके लिए योग हमारा यथार्थ चाहिए. सिवाय योग से आत्म अभिमानी नहीं बन सकते. ആത്മാഭിമാനി സ്ഥിതി വരാൻ വേണ്ടിയിട്ട് ആറാമത്തെ ഒരു പോയിന്റും കൂടി പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് നിർത്താം. ആത്മാഭിമാനി സ്ഥിതി നേരെ ആകണമെങ്കിൽ നമ്മളുടെ യോഗം വളരെ കറക്റ്റായിരിക്കണം, ശരിയായ യോഗമായിരിക്കണം. കാരണം യോഗം ചെയ്യാതെ ഒരിക്കലും ആത്മാഭിമാനിയാകാൻ സാധിക്കില്ല. हम योग तो करते हैं, शरीर योग में बैठता है, मन बुद्धि कहीं भटकती है, वो फिर ऐसा वाला योग की अनुभूति नहीं कर सकता. നമ്മൾ യോഗം ചെയ്യുന്നുണ്ട്, ശരീരം ഒരിടത്തിരിപ്പുണ്ട്, മനസ്സും ബുദ്ധിയും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സും ബുദ്ധിയും അലഞ്ഞു തിരിഞ്ഞ് യോഗം ചെയ്യുന്ന ഒരാൾക്ക് യോഗത്തിന്റെ അനുഭവം ഉണ്ടാവില്ല. जैसे मोबाइल को चार्जिंग में लगाते हैं, हाँ, मोबाइल चार्ज नहीं होता, चार्ज बैटरी होती है. ഇപ്പൊ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചു, അറിയാലോ, ചാർജ് ആകുന്നത് മൊബൈലല്ല, മൊബൈലിന്റെ ഉള്ളിലുള്ള ബാറ്ററിയാണ് ചാർജ് ആവേണ്ടത്. तो मोबाइल को चार्जिंग करने के लिए क्या करते हैं, प्लग के पास लाकर रखते हैं, रोड पर डालो, बगीचे में डालो, थोड़ी चार्ज होगा. इसी तरह आत्मारूपी बैटरियों को चार्ज करने के लिए बाबा ने जगह जगह पर प्लग के पॉइंट बनाए. ये सेंटर्स क्या है, प्लग है. तो हमें दिन में एक बार अपने मोबाइल को, शरीर को प्लग के पास लाकर रखना जरूरी है, 1 घंटे के 1.5 घंटे के लिए. അപ്പം മൊബൈൽ ചാർജ് ചെയ്യാൻ നമ്മൾ എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്? എവിടെയാണോ പ്ലഗ് പോയിന്റ് ഉള്ളത് അവിടെ കൊണ്ട് മൊബൈൽ വെക്കും. ഇപ്പം നമ്മൾ വെളിയിൽ തോട്ടത്തിൽ കൊണ്ട് മൊബൈൽ വെച്ചു, വേറെ എവിടെയെങ്കിലും കൊണ്ട് മൊബൈൽ ഇട്ടു, അത് ചാർജ് ആവോ? ഇല്ല. അതുപോലെ ആത്മാവിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാബ പല പല പ്ലഗ് പോയിന്റുകൾ വെച്ചിരിക്കുന്നത്. ആ പ്ലഗ് പോയിന്റാണ് സെൻറ്ററുകൾ. അതുകൊണ്ട് ആരാണോ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഡെയിലി സെൻറ്ററിൽ വന്ന് ചാർജ് ചെയ്യുന്നത്, അവരുടെ ആത്മാ ബാറ്ററി ചാർജ് ആകും. कई कहते हम घर में योग लगाते हैं, घर में डालने से थोड़ी चार्ज होगा. दिन में आपको जो नजदीक प्लग है, यहाँ तो 6-7 प्लग बनाकर रखे हैं,
हाँ? तो इसीलिए हमें सेंटर पर जाना 1 घंटे के लिए जरूरी है और उससे चार्ज हो जाएंगे. നമ്മൾ പറയാണ് നമ്മൾ വീട്ടിൽ ഇരുന്ന് ഡെയിലി യോഗം ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ വീട്ടിലല്ല പ്ലഗ് ഇരിക്കുന്നത്, പ്ലഗ് സെന്ററിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട പ്ലഗ് പോയിന്റ് ഏതാണോ അവിടെ പോയി ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം, സെന്ററിൽ വരണം. और केवल प्लग के पास रखने से भी थोड़ी चार्ज होगा. अब मोबाइल को प्लग के पास लाकर रखा, रात भर रखा, तारे प्लग में डाली नहीं, चार्ज कैसा होगा? तो यहाँ हमने शरीर को लाकर क्लास में पटकाया, मन बुद्धि नीचे भटक रहे तो भी चार्ज नहीं होगी. ഇനി പ്ലഗിൻ്റെ അടുത്ത് മൊബൈൽ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞത് ചാർജ് ആവോ? ഇല്ല. പ്ലഗിൽ മൊബൈൽ ചാർജർ വെച്ചിട്ട് സ്വിച്ച് ഇടണം, എന്നാലേ അത് ചാർജ് ആകൂ. നമ്മളിവിടെ വന്ന് ഇരിപ്പുണ്ട്, പക്ഷെ മനസ്സും ബുദ്ധിയും കിടന്ന് അലയുകയാണ്, എങ്ങനെ ചാർജ് ആകും? अब एक तार डालने से भी नहीं होगा, दोनों भी तारे डालनी पड़ती है. ഇനി നമ്മൾ ആ ചാർജറിന്റെ ഒരു പോയിന്റ് മാത്രം പ്ലഗിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അത് ചാർജ് ആവോ? ചാർജറിന് 2 പോയിന്റ് ഉണ്ട്, ശ്രദ്ധിച്ചിട്ടില്ലേ? ആ 2 പോയിന്റും പ്ലഗിൽ വെച്ചാലേ അത് ചാർജ് ആവൂ. हम क्या करते हैं? मन लगाते हैं, बुद्धि कहीं और भटकते हैं. दोनों भी लगाने. നമ്മളുടെ ആ 2 പോയിന്റ് ഏതൊക്കെയാ? മനസ്സും ബുദ്ധിയുമാണ്. നമ്മൾ എന്ത് ചെയ്യും? മനസ്സ് ഇവിടെ വെക്കും, ബുദ്ധി പലയിടത്തും അലഞ്ഞിരിഞ്ഞുകൊണ്ടിരിക്കും, അപ്പോഴും ചാർജ് ആവില്ല. अच्छा, दोनों तारे डाली, बाजू का बटन रात भर बंद था तो भी चार्ज नहीं होगा. ഇനി 2 പ്ലഗ് ചാർജറിന്റെ 2 കാലും പ്ലഗിൽ വെച്ചു, പക്ഷെ ബട്ടൺ ഇട്ടില്ല, സ്വിച്ച് ഇട്ടില്ല, എങ്കിലോ? इसी तरह हम भी यहाँ करके बैठते हैं, मन बुद्धि लगाई लेकिन स्मृति का स्विच ऑफ आई, कुछ सोचा ही नहीं, डव के बैठे, बस चार्ज नहीं हो गई. इसलिए बाबा के उपकारों को याद करो, प्राप्तियों को याद करो. जितनी स्मृति गहरी उतना योग गहरा. നമ്മൾ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്, മനസ്സും ബുദ്ധി ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്, പക്ഷെ സ്മൃതിയുടെ സ്വിച്ച് ഇട്ടില്ല, ചാർജ് ആവില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി ബാബയുടെ ബാബയുടെ ഗുണഗാനം പാടൂന്ന്, ബാബയുടെ ജ്ഞാനം ഓർമ്മിക്കൂ, എങ്കിൽ നമ്മളുടെ ഉള്ളിൽ ചാർജ് വരും, ചാർജ് ആകാൻ തുടങ്ങും. अच्छा, दोनों तारे डाली, स्विच भी चालू किया, कभी तार प्लग में डाल रहे, फिर निकाल रहे, डाल रहे, निकाल रहे, चार्ज कैसे होगा? ഇനി നമ്മൾ ഈ ചാർജർ ചാർജിൽ വെച്ചു, ഇടയ്ക്കിടയ്ക്ക് അത് എടുക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വെക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നു, ചാർജ് ആകൂ? ഇല്ല. അതെങ്ങനെ ചാർജ് ആവാനാണ്? इसी तरह हम भी क्या करते, समझो कोई माता योग लगाने के लिए आ रहे हैं, आते आते रास्ते में देखा कि बहुत अच्छा सब्जी वाला जा रहे हैं, आज शाम को इसकी सब्जी बनाएंगे. पहले सोचेंगे मुरली सुनाएंगे, जाते क्लास सुन करके जाते समय लेके जाएंगे. यहाँ करके बैठे, लाल लाइट चल रहा है, गीत बज रहा है, शुरू करके मैं आत्मा हूँ, शांत स्वरूप हूँ, शक्ति स्वरूप हूँ. फिर सोचे झोला तो लाए नहीं, थैला तो लाए नहीं, अब कैसे लेके जाए? तार प्लग से निकल गई. അപ്പോൾ ഒരു മാതാജി മുരളി കേൾക്കാനായിട്ട് ക്ലാസ്സിൽ വരികയായിരുന്നു. വരുന്ന വഴിക്ക് ഒരു പച്ചക്കറി കടക്കാരനെ കണ്ട്, പച്ചക്കറിയും കൊണ്ടുപോകുന്ന ഒരാളിനെ കണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചിന്തിക്കും, ഇന്ന് ഈ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വൈകുന്നേരം ഈ സബ്ജി ഉണ്ടാക്കാം. സെൻറ്ററിൽ വന്ന് ചുമന്ന ലൈറ്റ് ഇട്ട് മ്യൂസിക് ഇട്ട് ഇടയ്ക്ക് ചിന്തിക്കുന്നു, ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്, ഞാൻ ആത്മാവാണ്, പരന്താമത്തിൽ പോകണം. ഇടയ്ക്ക് പച്ചക്കറിക്കാരൻ്റെ ഓർമ്മ, എങ്ങനെ ചാർജ് ആവാൻ? फिर कहेंगे ठीक है, उसके पास तो प्लास्टिक का झोला तो होगा ही, उसमें लेके जाएंगे. फिर कहेंगे मैं आत्मा हूँ, शांत स्वरूप. फिर सोचे अरे गैस के ऊपर दूध रखा था गर्म करने के लिए, उसको बंद किया था या कम किया था या बंद किया था. फिर सोचेंगे कोई देख ही लेगा, मैं आत्मा हूँ, शांत. तार डाल रहे निकाल रहे. എന്നിട്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ ചിന്തിക്കുകയാണ്, ശരി ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ വാങ്ങിക്കുക, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ആത്മാവാണ്, ശാന്ത സ്വരൂപമാണ്. അപ്പോഴാണ് അയ്യോ ഗ്യാസിൽ പാല് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഓഫ് ചെയ്തായിരുന്നോ? ആരെങ്കിലും ഓഫ് ചെയ്തിട്ടുണ്ടാവും. വീണ്ടും ഞാൻ ആത്മാവാണ്, ശാന്ത സ്വരൂപമാണ്, ഇതെങ്ങനെ ചാർജ് ആവാനാ? फिर कहेंगे अरे घर में तो मेहमान आने वाला था, मैं सोचा उसके लिए इडली बनाऊं, लेकिन दाल चावल तो भिगो ही नहीं, चलो छोड़ो कुछ और बना देंगे, मैं आत्मा हूँ, शांत स्वरूप. लाल लाइट की सफेद लाइट हो गई, योग का टाइम पूरा हो गया. പിന്നെ വീണ്ടും ചിന്തിച്ച് ഇന്ന് വീട്ടിൽ ഗസ്റ്റ് വരുമല്ലോ, അയാൾക്ക് എന്തുണ്ടാക്കി കൊടുക്കുക? ഇഡ്ഡലി ഉണ്ടാക്കുക, സാമ്പാർ ഉണ്ടാകും. അതിന് സാമ്പാറിന് പരിപ്പുണ്ടോ? പോട്ടെ, ഞാൻ ആത്മാവാണ്, ശാന്തസ്വരൂപമാണ്. അപ്പോഴേക്കും പാട്ടും തീർന്ന് चुमന്ന ലൈറ്റും ഓഫായി. अगर योग में बैठेंगे सचमुच देखो, अब ऐसा योग करें. इसीलिए योग के समय अटेंशन से बैठो. और जितना विधि पर योग, अगर सारा दिन चलते फिरे मेरी आत्मिक स्थिति नहीं है, इसका मतलब मेरा बैठ कर योग ठीक नहीं हुआ है. इसलिए बैठक योग ठीक करो, सब कुछ ठीक हो जाएगा. അതുകൊണ്ട് യോഗം ചെയ്യാനിരിക്കുമ്പോൾ വളരെ അറ്റൻഷനോട് കൂടി ഇരിക്കണം. എത്രത്തോളം നിങ്ങൾ അറ്റൻഷനോട് കൂടി ഇരിക്കുമ്പോൾ നിങ്ങളുടെ യോഗ ശരിയാവും. നിങ്ങൾ ഇരുന്ന് ചെയ്യുന്ന യോഗം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ബാബയുടെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബാബയുടെ ഓർമ്മ അല്ലാത്ത സമയത്ത് വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇരുന്ന് ചെയ്യുന്ന യോഗവും
ശരിയല്ല എന്നാണ്. അതുകൊണ്ട് യോഗം ചെയ്യാനിരിക്കുമ്പോൾ വളരെ അറ്റൻഷനോട് കൂടി ഇരിക്കണം. कई कहते हम योग में बैठते तो मेरी आत्मा शरीर से निकल करके जाती ही नहीं, क्योंकि कई लोग आजकल पीस ऑफ माइंड टीवी में, यूट्यूब में क्या देखते हैं, जैसे योगी योग में बैठा, जैसा बैठा उसके भ्रुकुटी से कुछ निकला, करके चांद स्वरूप तारंग परमात्मा के साथ टच हुआ. लेकिन हम जब बैठते तो कुछ निकलता ही नहीं, लगता हमारा योग लगता ही नहीं. ഇനി ചിലരാണെങ്കിൽ യോഗം ചെയ്യാനിരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ, അവർ നോക്കുമ്പോൾ അവർ ഈ പീസ് ഓഫ് മൈൻഡ് ചാനലിലും അവൈക്കനിങ് ടി വിയിലും ഒക്കെ നോക്കുമ്പം കാണുന്നത് എന്താ, ഇവിടുന്ന് ഒരു ആത്മാവ് ഇങ്ങനെ ഇറങ്ങി എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് നേരെ പരന്താമത്തിലൊക്കെ പോകുന്നു. പക്ഷെ ഞാനിരിക്കുമ്പോൾ ഒന്നും ഇറങ്ങി പോകുന്നില്ല. അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ യോഗമല്ലേ ചെയ്യുന്നത് എന്ന് ചിന്തിക്കും. हम योग में बैठते हैं तो आत्मा शरीर से निकल करके नहीं जाती, मन बुद्धि जाती है. ഈ യോഗം ചെയ്യാനിരിക്കുമ്പോൾ ആത്മാവ് ശരിക്കും ദേഹത്തിന്റെ വെളിയിൽ ഇറങ്ങിയൊന്നും പോവില്ല, മനസ്സും ബുദ്ധിയുമാണ് മുകളിലേക്ക് പോകുന്നത്. जैसे मोबाइल का मैंने एग्जांपल दिया, दोनों तारे डाली, स्विच चालू किया, जैसे मोबाइल चार्जिंग चालू हो गया, क्या बैटरी निकल करके प्लग में घुसने के लिए गई? बैटरी तो मोबाइल में रहती है, तो ऊपर कौन गया? तारे. इसलिए मन बुद्धि जाते हैं, आत्मा निकल करके नहीं जाती. आत्मा जाएगी तो शरीर लुढ़क जाएगा नीचे. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മൊബൈലിന്റെ ഉദാഹരണം പറഞ്ഞത്. ഇപ്പം മൊബൈലിന്റെ ചാർജ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് ആ വയറാണ് നമ്മൾ ചാർജിങ്ങിന് വെക്കുന്നത് അല്ലേ, അല്ലാണ്ട് മൊബൈലിന്റെ അകത്തുനിന്ന് നമ്മൾ ബാറ്ററി ഊരി നേരിട്ട് കറണ്ടിലോട്ട് കൊടുക്കുമോ? ഇല്ലല്ലോ. അതേപോലെ യോഗം ചെയ്യാനിരിക്കുമ്പോൾ ആത്മാവ് ഊരി നേരെ പരന്താമത്തിൽ പോകുകയൊന്നുമില്ല, മനസ്സും ബുദ്ധിയുമാകുന്ന വയറാണ് മുകളിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. इसलिए योग को विधि पूर्वक करो, सोल कॉन्शियस बनेंगे. അതുകൊണ്ട് വിധിപൂർവം യോഗം ചെയ്താൽ ആത്മാഭിമാനി സ്ഥിതി ഉണ്ടാകും. यह है छठी बात. सातवीं बात है, अगर योग अशरीरी विधेयी बनना चाहते हैं, सोमानों के अभ्यास करो. जितना सोमानों में रहेंगे उतना आप सोल कॉन्शियस बनेंगे. ഇനി ഏഴാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. ഏഴാമത്തെ പോയിന്റ് ഇതാണ്, നിങ്ങൾ അശരീരിയും വിദേഹിയുമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സോമാനം പ്രാക്ടീസ് ചെയ്യണം. സോമാനത്തിലിരിക്കുന്നതിനനുസരിച്ച് ആത്മാഭിമാനി സ്ഥിതി വരും. लेकिन याद रखना, हर विकारों के सोमान अलग अलग है. जैसे हर बीमारी की दवाई अलग अलग होती है, आपके अंदर काम विकार है, काम विकार के सोमान अलग है, क्रोध है, क्रोध के सोमान अलग है. हम क्या करते हैं, कोई भी सोमान का अभ्यास करते हैं, सोल कॉन्शियस नहीं बनेंगे. फिर ശ്രദ്ധിക്കേണ്ട പോയിന്റ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, ഇതൊക്കെ നല്ല പോയിന്റ്സ് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓരോ വികാരങ്ങളും മാറാനുള്ള സുമാനം വേറെ വേറെയാണ്. ഇപ്പൊ ഓരോ രോഗത്തിനും ഓരോരോ മരുന്നല്ലേ കഴിക്കേണ്ടത്. കാമവികാരം മാറണമെങ്കിൽ അതിന്റെ സ്വമാനം വേറെയാണ്, ക്രോധം മാറണമെങ്കിൽ അതിന്റെ സ്വമാനം. നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാത്തിനും കൂടെ ഒരു സ്വമാനം അങ്ങ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. ആത്മാവാണെന്നുള്ള ബോധവും ഇല്ല, ഒന്നുമില്ല. और लास्ट की 8वीं बात है, अगर हमको सोल कॉन्शियस बनना है, पहले लेसन में बाबा ने सुना है, बच्चे तुम्हारी शरीर गाड़ी है, आत्मा उसका ड्राइवर है. इस गाड़ी और ड्राइवर का अभ्यास करो, आप सोल कॉन्शियस बनेंगे, अशरीरी बनेंगे. ഇനി എട്ടാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണ്. അതായത് ബാബ പറയാറുണ്ട് മുരളിയിൽ, കുട്ടികളെ നിങ്ങൾക്ക് ആത്മാഭിമാനിയാകണോ പ്രാക്ടീസ് ചെയ്യണം. ഈ ദേഹം വാഹനമാണ്, കാറാണ്, നിങ്ങൾ അതിൻ്റെ ഡ്രൈവറാണ്. ഡ്രൈവറാണെന്ന് വിചാരിച്ച് എത്രത്തോളം ഈ കാറിനെ ഓടിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആത്മാഭിമാനി സ്ഥിതി വരും. जैसे गाड़ी का ड्राइवर क्या करता है, सारा दिन गाड़ी को घुमा करके रात को गैरेज में लगाता है. और आजकल तो बड़े शहरों में क्या करते हैं, पार्किंग नहीं होता तो नीचे से पिलर उठाते हैं और गाड़ियां नीचे रखते हैं, रहने का ऊपर होता है. इसी तरह ये तीन लोग में ये सृष्टि है, पार्किंग प्लेस, गाड़ियां रखने का, शरीर रखने का स्थान, और ड्राइवरों का रहने का स्थान है ऊपर. तो हमें भी क्या करना है, ये शरीर रूपी गाड़ी को घुमा फिरा करके रात को बेड पर लगाना है. जैसे वो ड्राइवर कवर ढकता है, इसी तरह हमें भी बेडशीट कंबल डाल दिया, गाड़ी को नमस्ते करो और ऊपर से मन बुद्धि से ऊपर जाकर के बाबा के पास सो जाओ. लेकिन हम कहाँ सोते हैं, गाड़ी के अंदर ही सो जाते हैं, और इसीलिए फिर सोल कॉन्शियस नहीं बनते. ഈ പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് സാധാരണ കാർ ഓടിക്കുന്ന ഡ്രൈവർമാരെന്താ ചെയ്യുന്നത്, പകൽ മുഴുവനും കാർ ഓടിച്ചിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് കാർ ഗ്യാരേജിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, പാർക്ക് ചെയ്തിട്ട് ഡ്രൈവർ വീട്ടിൽ പോയി കിടന്ന് എന്ത് ചെയ്യും, ഉറങ്ങുന്നതാണ്. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, ഈ ഫ്ലാറ്റൊക്കെ ഉള്ള സ്ഥലത്ത് കാർ പാർക്കിങ്ങിന് തന്നെ ഏരിയ ഉണ്ട്. പാർക്കിംഗ് ഇന്നത്തെ കാലത്ത് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വണ്ടി പാർക്കിങ്ങിന് ഇട്ടിട്ട് മുകളിൽ അയാളുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങും. അപ്പോൾ നമ്മൾക്ക് 3 ലോകമുണ്ട്. അതിൽ വണ്ടി പാർക്ക് ചെയ്യേണ്ട ലോകം ഏതാ? വണ്ടി പാർക്ക് ചെയ്യേണ്ട ലോകം ഈ ലോകമാണ്. ഡ്രൈവർ പോയി കിടക്കേണ്ട ലോകം ഏതാ?
മുകളിലത്തെ ലോകമാണ്. അപ്പോൾ സാധാരണയായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർ എന്ത് ചെയ്യും, വണ്ടി മൂടിയൊക്കെ ഇട്ടിട്ട് മുകളിലേക്ക് പോകും. നമ്മളും എന്ത് ചെയ്യണം, രാത്രിയിൽ ഈ വണ്ടി പുതപ്പൊക്കെ ഇട്ട് മൂടി ഇതിന് നമസ്തേ പറഞ്ഞ് പരന്ധാമത്തിലേക്ക് പോകണം. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നമ്മൾ വണ്ടിക്കകത്ത് തന്നെ കിടന്ന് എന്ത് ചെയ്യും, ഉറങ്ങും. അത് കാരണം ആത്മാഭിമാനി സ്ഥിതിയില്ല. हम क्या करते हैं, रात को सोने से पहले बिस्तर डाल देंगे, बाबा को एक बाबा आज तो बहुत थक गए, घर में मेहमान आए थे, फिर पता नहीं मेरी जरूर अमृत वाला उठाना, कल सवेरे उठना है, इतनी सारी ढेर बर्तन मांजना है, ऐसे करना है, ऐसे करते सो गए, मन बुद्धि से इसी में सो गए. तो इसीलिए रात को स्वप्न आते हैं, संकल्प चलते हैं, तो सोल कॉन्शियस बने ही नहीं. इसीलिए रात को सोते समय गाड़ी को यहाँ लगा करके ऊपर जा करके बाबा की गोदी में सो जाओ. सवेरे अमृत वाला अच्छी होगी और सवेरे जो ऊपर से आएंगे लगेगा मैं ऊपर से आऊँ, मैं अलग हूँ, ड्राइवर अलग, गाड़ी अलग. इसीलिए ये गाड़ी और ड्राइवर का अभ्यास करना है. നമ്മൾ എന്താ ചെയ്യുന്നത്, രാത്രിയാകുമ്പോൾ ഓടി വന്ന് കട്ടിൽ കിടന്ന് പുതപ്പം വലിച്ചു മൂടിയിട്ട് പറയും, ബാബ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു, ഇന്ന് വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നു, എല്ലാം രാവിലെ കഴുകാമെന്ന് പറഞ്ഞ് പറഞ്ഞങ്ങ് ഉറങ്ങും. എന്താ സംഭവിക്കുന്നത്, മനസ്സും ബുദ്ധിയെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ, മുകളിലേക്ക് പോകുന്നതേ ഇല്ല. പക്ഷെ ബാബ എന്താ പറയുന്നത്, കുട്ടികളെ ഈ രാത്രിയിൽ വന്ന് കിടന്ന് മനസ്സും ബുദ്ധിയും ബാബയിൽ അർപ്പിക്കൂ, എന്നിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. ഗാഡി വേറെയാണ്, ഞാൻ ശരീരം വേറെയാണ്, ഞാൻ ആത്മാവ് വേറെയാണ്. ഈ സ്ഥിതിയിൽ ഇരുന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമൃതവേളയും വളരെ നല്ലതായിരിക്കും, ആത്മാഭിമാനി സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. और जैसे दोनों गाड़ी आपस में चलती है ट्रक, तो ड्राइवर को देखते बात करता है, गाड़ी को देख करके बात नहीं करता. इसी तरह हमें भी किसी से बात करना है, खिड़की में या ड्राइवर बैठा है उसको देखते हुए बात करना है. हम क्या करते हैं, शरीर को देख करके बात करते हैं, इसीलिए देहभान जागृत होता है. ഇപ്പോൾ രണ്ട് വണ്ടികൾ തമ്മിൽ എതിരെ വരികയാണെന്ന് വെച്ചോളൂ. അപ്പോൾ വണ്ടിയിലിരിക്കുന്ന ഡ്രൈവർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഡ്രൈവറിനെ നോക്കി സംസാരിക്കും. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഡ്രൈവർ ആ വണ്ടീനെ നോക്കി സംസാരിക്കോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആത്മാവ് ദാ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ കണ്ണുകളാകുന്ന ജനാലയിലൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരെ നോക്കുകയാണ്. നമ്മൾ ശരീരത്തിനെ നോക്കി സംസാരിക്കും. ശരീരത്തിനല്ല നോക്കി സംസാരിക്കേണ്ടത്, ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഡ്രൈവറിനെ നോക്കി സംസാരിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്താലും ആത്മാഭിമാനി സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. हमें ना अपने शरीर के ऊपर आकर्षित होना है, ना किसी के शरीर के तरफ आकर्षित होना है, आत्मा का अभ्यास करना है. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ശരീരത്തിലും ആകർഷിക്കപ്പെടാൻ പാടില്ല, മറ്റുള്ളവരുടെ ശരീരത്തിലും ആകർഷിക്കപ്പെടാൻ പാടില്ല. ഇത് അഭ്യസിക്കണം, ഈ ആത്മാഭിമാനി സ്ഥിതി. शरीर क्या है, जैसे आजकल मूर्तियां बनाते हैं, गणेश की मूर्ति, दुर्गा की मूर्ति, कैसे बनाते हैं, अंदर क्या करते हैं, बांस होता है, बांस का ढांचा बनाते हैं, उसके ऊपर क्या करते हैं, घास बांधते हैं. घास बांध करके वो क्या करते हैं, मिट्टी में पानी डाल करके कीचड़ बनाते हैं, उसको ऊपर चिपकाते हैं और उसके ऊपर फिनिशिंग करके कपड़े पहनाते हैं, गहने पहनाते, हो गई मूर्ति. ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഇന്നത്തെ കാലത്ത് ഈ ഗണേശോത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്ന ഗണപതിയുടെയൊക്കെ മൂർത്തി കണ്ടിട്ടില്ല, അകത്ത് വെറും പൊള്ളയാണ്. അകത്ത് കുറേ വൈക്കോലും അതും ഇതുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കളിമണ്ണൊക്കെ വെച്ച് ഒട്ടിക്കും. എന്നിട്ട് വെളിയിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അതിനെ ആ രൂപത്തിലാക്കിയിട്ട് അതിൽ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അതിൽ കുറേ മാലയും അതും ഇതുമൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരുമ്പോൾ അതെന്തായി, ഒരു മൂർത്തിയായിട്ട് മാറി. इसी तरह ये शरीर भी क्या है, अंदर हड्डियों का ढांचा बना हुआ है, उसके ऊपर घास मतलब नसें बहुत है बॉडी में. घास इसीलिए नशे नहीं होता तो मांस गिर जाता, तो बहुत सारी नसें, और उसके ऊपर क्या क्या है, खून और मांस, ये दोनों मिला करके चिपका हुआ है, और ऊपर पेंटिंग किया है, काला पेंटिंग, पीला पेंटिंग. अब जैसे कोई काली मूर्ति है, अंदर वही मिट्टी होगी, कोई पीली है तो कोई काला हो या गौरव, अंदर तो वही ये है. इसीलिए आत्मा को देखना, ना कि शरीरों को देखना. അപ്പം അങ്ങനെയാണ് ഈ മൂർത്തി ഉണ്ടാക്കുന്നത്, പ്രതിമയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതങ്ങനെയാണ്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ, അകത്ത് പൊള്ളയാണ്, അതിൻ്റെ വെളിയിൽ കുറേ അസ്ഥികൾ, അതിൻ്റെ വെളിയിൽ എന്താണ്, കുറേ മറ്റേ ഈ വൈക്കോലെന്ന് പറയുന്നത് നമ്മളുടെ ഈ നാഡീ ഞരമ്പുകൾ വൈക്കോല് പോലെയാണ്, കുറേ ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ബ്ലഡ് ഉണ്ട്. പിന്നെ അതിൻ്റെ വെളിയിൽ എന്താണ്, മാംസം, അതിൻ്റെ പുറത്ത് പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. ചിലർക്ക് കറുത്ത പെയിൻ്റ് അടിച്ചിരിക്കുന്നു, ചിലർക്ക് വെളുത്ത പെയിൻ്റ് അടിച്ചിരിക്കുന്നു. പെയിൻറ് കറുപ്പായാലും വെളുപ്പായാലും, ഇപ്പം നേരത്തെ പറഞ്ഞ ഗണപതിയുടെയൊക്കെ മൂർത്തിയിൽ പല കളറിലെ പെയിൻ്റ് ആയിരിക്കും, ചിലപ്പോൾ കറുത്ത ഗണപതി, ചിലപ്പോൾ മഞ്ഞ ഗണപതി, പക്ഷെ അകത്തെ മെറ്റീരിയൽ എന്ത് തന്നെ, സെയിം തന്നെ. അതുപോലെയാണ് ഈ ബോഡിയും, അകത്തെ മെറ്റീരിയൽ ഒന്ന് തന്നെ, പെയിൻറ് വേറെ അടിച്ചിരിക്കണമെന്നേ ഉള്ളൂ.
ये शरीर क्या है? एक सोने का डब्बा लिया, सोने के डब्बे के अंदर कुछ लेट्रिन डाल दिया, जो रोज फेंक के आते उसको डाल दिया आंखों के सामने, उसके बाद उस कुछ खांसी करने में जो कप निकालता वो डाल दिया, हड्डी मौज डाल दिया, डब्बे को प्याक करके आपके हाथ में दिया, कहा कि इसको सदा देखते रहना, दिल में लगा कर रखना, कहीं छोड़ना नहीं है। आप क्या कहेंगे? आप ऐसा डब्बा हमको नहीं चाहिए। ഇപ്പം ഈ ശരീരം എന്ന് പറയുന്നത് ഒരു സ്വർണം സൂക്ഷിക്കുന്ന ഡബ്ബയാന്ന് വെച്ചോളൂ. ആ ഡബ്ബയ്ക്കകത്ത് കുറേ വേസ്റ്റ് അതും ഇതും ഒക്കെ ഇട്ടിട്ട് നിങ്ങളെടുത്ത് തന്നിട്ട് പറയണം ഇത് സൂക്ഷിച്ച് വെക്കണം, നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ തന്നെ ഇത്. നിങ്ങൾ എന്ത് പറയും? നമുക്കിത് വേണ്ട, അയ്യേ ഈ സാധനം എനിക്ക് ആവശ്യമില്ല എന്ന് പറയും. तो इसी तरह शरीर भी क्या है? एक सोने का डब्बा है, उसके अंदर लेटरिन भरा हुआ है, कप भरा हुआ है, हड्डी भरा, और 10-12 आईना तोड़ते रहेंगे मैं कितनी अच्छी हूँ, कितनी अच्छी हूँ। अगर शरीर में अच्छी है आत्मा, इसलिए आत्माओं को देखो, आत्माओं से बात करो। जिन्होंने इस आत्मा के पाठ को पक्का किया वो निर्भय रहेंगे, वो बाप समान क्षमा करेंगे, दया करेंगे, सारे वैल्यूज आएंगे उनको, का ना कोई डर लगेगा ना कोई भय लगेगा। इसलिए आत्म अभिमानी बनने का प्रैक्टिस, उसके लिए मैंने 8-9 पॉइंट्स बताया, उसका हमें अभ्यास करना है। और जितना आत्माभिमानी बनेंगे उतना वैल्यूज, उतना गुण, शक्ति आपके अंदर आती रहेगी। അതുപോലെ ഈ ശരീരം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഇതിൻ്റെ അകത്ത് കുറേ കഫം, അത് ഇത് വേസ്റ്റ് ഒക്കെ, ശരിക്കും പറഞ്ഞാൽ മജ്ജ മാംസം ഇതൊക്കെയാണ് നിറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ നല്ലതാണ് അല്ല, ഇതിനകത്ത് നല്ലതായിട്ടൊരു കാര്യമേ ഉള്ളൂ, അത് ആത്മാവാണ്. ആത്മാവിനെ എത്രത്തോളം നല്ലതായിട്ട് കാണുന്നുവോ മറ്റുള്ളവരെയും ആത്മാവായിട്ട് കാണുന്നു, അതിനനുസരിച്ച് ആത്മാഭിമാനി സ്ഥിതി വരും. ആത്മാഭിമാനി സ്ഥിതി വരുന്നവർക്ക് ഒരിക്കലും പേടിയോ ഭയമോ ദുഃഖമോ അശാന്തിയോ ഒന്നും ഉണ്ടാവില്ല, ശരീരത്തിനെ നോക്കുന്നതേ ഇല്ല. അതുകൊണ്ട് ആത്മാഭിമാനി സ്ഥിതി വരാൻ വേണ്ടിയിട്ടാണ് ഈ 8 പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ എത്രത്തോളം ഈ 8 പോയിന്റ് പക്കയാക്കുന്നു നിങ്ങൾക്ക് ആത്മാഭിമാനി സ്ഥിതിയുടെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. इसलिए जितना ये आत्माभिमानी स्थिति वाले सर्दी, गर्मी, मान, अपमान, निंदा, स्तुति सब में समान होंगे, उनको कोई संकल्प विकल्प नहीं चलेंगे। ये स्थिति देवताओं की स्थिति, और ऐसी स्थिति बनाने से हमारा पद ऊंचा है, और ये है हमारी स्थिति का आधार। इसलिए सोल बाबा हर मुरली में कहते बच्चे ये आत्माभिमानी बनो, तब आप देवता बन सकेंगे। അതുകൊണ്ട് എത്രത്തോളം നമ്മൾ ആത്മാഭിമാനി സ്ഥിതി പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ചൂട്, തണുപ്പ്, നിന്ദ, സ്തുതി, മാനം, അപമാനം ഇതിനെല്ലാം ഉപരിയാകാൻ സാധിക്കുന്നതാണ്. ഇതാണ് ദേവതകളുടെ സ്ഥിതി. എത്രത്തോളം ഈ സ്ഥിതി പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മളുടെ പദവിയും ഉയർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിത്യേന മുരളിയിലെ ബാബ ഈ പോയിന്റ് പറയുന്നത്, കുട്ടികളെ ആത്മാഭിമാനി സ്ഥിതി പ്രാക്ടീസ് ചെയ്യൂ എന്ന്. इसको, इस एक पार्ट को, इसके लिए हर घंटे में मैं चार्ट लिखता था, ग्राफ बनाता था, ग्राफिक चार्ट हर कर्मों में चेकता था मैं आत्मा कितनी अभ्यास है। इसका अभ्यास करके आज अपनी स्थिति को बनाया, और इस स्थिति को जितना बनाएंगे उतना आपको अतीन्द्रिय सुख मिलेगा, आपके संस्कार बदल जाएंगे, क्योंकि जितना इस शरीर में आत्मा का दीपक जागृत है उतना विकार रूपी भूत अपने आप भाग जाएंगे. അപ്പം ഞാൻ ഈ സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ മണിക്കൂറിലും നോട്ട് ചെയ്യുമായിരുന്നു, ഗ്രാഫ് വരയ്ക്കുമായിരുന്നു എന്ന്, എത്രത്തോളം ആത്മാഭിമാനി സ്ഥിതി ഉണ്ടായി എന്നറിയാനായിട്ട്. അങ്ങനെ എത്രത്തോളം ആത്മാഭിമാനി സ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നു അതിനനുസരിച്ച് ആത്മാവിൻ്റെ ഉള്ളിലുള്ള ദീപം തെളിഞ്ഞുകൊണ്ടേയിരിക്കും. तो आप इस भट्टी से जरूर ये पहला लेसन पक्का करके जाना, ये भट्टी आपके लिए वरदानी बन जाएंगी। आप सदा, वैसे तो सारी माताएं बैठी हैं, माताओं को कहते हैं माताएं शिव शक्ति, शिव शक्ति, शिव सदा आपके साथ में कब रहेगा? जब आप आत्माभिमानी बनेंगे। आत्माभिमानी बनने वालों के साथ शिव रहेगा, और जब ये शिव और शक्ति हैं तब आप बहुत बड़ी कमाल कर सकेंगे. അതുകൊണ്ട് ഈ ഭട്ടിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പോയിന്റ് കൂടുതൽ ശ്രദ്ധിക്കണം, ആത്മാഭിമാനിയാകണം. പ്രത്യേകിച്ച് ഇത് മാതാക്കളുടെ ഭട്ടിയാണ്. മാതാക്കളെ ബാബ മുരളിയിൽ എന്തെന്നാ പറയുന്നത്? ശിവശക്തി എന്നാണ്. ശിവൻ എപ്പോഴാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുക? നിങ്ങൾ എപ്പോഴാണോ ആത്മാഭിമാനി സ്ഥിതിയിലിരിക്കുന്നത് ആ സമയത്ത് ശിവന് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റൂ. അങ്ങനെ ശിവനും ശക്തിയും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഒരുപാട് അതിശയം ഈ ലോകത്തിൽ ചെയ്ത് കാണിക്കാൻ സാധിക്കും. परमात्मा को अपने तरफ खींचने का एक ही ये, आप आत्माभिमानी बनो, वो कहीं भी होगा खींच के आपके पास आएगा. പരമാത്മാവിനെ നിങ്ങളുടെ അടുക്കലേക്ക് വലിക്കാനുള്ള മാർഗം ഇതാണ്. നിങ്ങൾ എവിടെ ഇരുന്നാലും
ആത്മാഭിമാനിയാകുകയാണെങ്കിൽ അവിടെ പരമാത്മാവെത്തും. आत्म अभिमानी रहने वालों के साथ सदा वो कंबाइंड रहता है. इसलिए बाबा हर मुरली में कहते हैं और टोटल ज्ञान का सार यही. और जो आत्माभिमानी स्थिति में है आगे आने वाली समस्याओं का सामना कर सकेंगे, परिस्थितियों का सामना कर सकेंगे, क्योंकि आगे विनाश काल का समय तो बहुत नाजुक होगा. अगर आप आत्माभिमानी नहीं तो उसी समय टेंशन में आएंगे, ये क्या हुआ, कैसे हुआ, बहुत दुखदायी समय रहेगा. इसलिए इस स्थिति को अभी हमें बनाना है. അതായത് ആരാണോ ബാബയുമായിട്ട് കമ്പൈൻഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ആത്മാഭിമാനി സ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. ആത്മാഭിമാനി സ്ഥിതി വരുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ, പരിസ്ഥിതികളെ, ഒരുപാട് ദുർഘടനകളെ നമുക്ക് നേരിടാൻ പറ്റും. ഇല്ല, നിങ്ങളുടെ ഉള്ളിൽ ആത്മാഭിമാനി സ്ഥിതിയുടെ അഭ്യാസം കുറവാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനും പരവശതയൊക്കെ വരും. അതുകൊണ്ടാണ് ബാബ മുരളിയിൽ ഇത്രയധികം ഫോഴ്സിൽ പറയുന്നത് കുട്ടികളെ ആത്മാഭിമാനി ആകൂ എന്ന്. ठीक है, बाकी 8 बातें पहली बात बताई. उसके लिए आत्माभिमानी बनने के लिए 4 सब्जेक्ट को हमें ध्यान रखना है. दूसरी बात बताई आत्माभिमानी बनने के लिए पवित्रता की धारणा. तीसरी बात बताई 7 स्वरूपों का अभ्यास. चौथी बताई निरहंकारी बनना. आगे की बात बताई संकल्प को कम चलाना. साथ में यथार्थ योग करना. और कौन सी बताई थी, गाड़ी को गैरेज में लगा करके सोने के लिए बाबा के पास जाना, सोमानों के अभ्यास. इस तरह से अगर ये अभ्यास करेंगे तब आप आत्माभिमानी. ये प्रैक्टिकल कोई क्लास नहीं किया, लेकिन हमने जो किया वो बातें आपको बताई. ആത്മാഭിമാനിയാകാൻ വേണ്ടിയിട്ട് പറഞ്ഞ 8 പോയിന്റുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് ഏതാ? 4 വിഷയത്തിലും പെർഫെക്റ്റ് ആകണം. രണ്ടാമത്തെ പോയിന്റ് ഏതാ? പവിത്രതയുടെ ധാരണ ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് ഏതാ? 7 സ്വരൂപങ്ങളുടെയും 7 ഗുണങ്ങളുടെയും സ്വരൂപമായിട്ടും മാറണം. നാലാമത്തെ പോയിന്റ് ഏതാ? ഏതാ നാലാമത്തെ പോയിന്റ്? നിരഹങ്കാരിയാകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. അഞ്ചാമത്തെ പോയിന്റ് ഏതാ? സങ്കല്പങ്ങൾ ലാഭിക്കണം. ആറാമത്തെ പോയിന്റ് ഏതാ? കാറിനെ ഗ്യാരേജിൽ ഇട്ടിട്ട് ഡ്രൈവർ അവിടെ പോകണം, പരംധാമത്തിലേക്ക് പോകണം. ഏഴാമത്തെ പോയിന്റ് യോഗം വിധിപൂർവമായിരിക്കണം. എട്ടാമത്തെ പോയിന്റ് ഏതാ? സമാനം പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഇത് നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ആത്മാഭിമാനി സ്ഥിതി ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തതല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, ഓം ശാന്തി. चलो अच्छा है. सब मैं देखा क्योंकि सबसे गहरा टॉपिक है और सबसे बोर करने वाला टॉपिक है, लेकिन मुझे लगा कि सबको नींद आई, लेकिन सब जागृत बैठे हैं सब. അതായത് ഈ വിഷയത്തിനൊരു പ്രത്യേകതയുള്ളത്, ഇത് ഭയങ്കര ആഴമുള്ളൊരു സബ്ജക്റ്റാണ്, നല്ല ഉറക്കവും വരുന്ന സബ്ജക്റ്റാണ്. ഈ ബോറാണ് ആത്മാഭിമാനി സ്ഥിതി. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണർന്നിരുന്ന് എന്തായാലും കേട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നന്നായിട്ടൊരു കൈയടിച്ചോളൂ. ഓക്കെ, സൈലൻസിന്റെ ബട്ടിയാണ്. കൈ അടിച്ചെന്ന് പറഞ്ഞിട്ട് സൈലൻസ് ഒന്നും മാറുന്നില്ല. എല്ലാരും ബുക്കും പേന എല്ലാം. जनवरी महीने में पूरा सोल कॉन्शियस बन करके रहो, बड़ा आनंद आएगा. आप अव्यक्त बाबा की मिलन की अनुभूति कर पाएंगे. ठीक है, അതുകൊണ്ട് ജനുവരി മാസത്തില് ഈ സൈലൻസിന്റെ ആത്മാഭിമാനി സ്ഥിതിയുടെ അനുഭവം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈലൻസിന്റെ അനുഭവം ഉണ്ടാകും, നല്ല ആനന്ദവും ഉണ്ടാകും. ഓക്കെ, क्योंकि आजकल अव्यक्त मिलन है. ब्रह्मा बाप दादा तो सामने नहीं आता, लेकिन अव्यक्त मिलन की अनुभूति करने के लिए अव्यक्त स्थिति, आत्मिक स्थिति चाहिए. तो आप लोग इसको जरूर बना कर रखेंगे. ठीक है, കാരണം നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് ബാബ വരുന്നുണ്ട്, പക്ഷെ അവ്യക്ത മിലനമാണ് നടക്കുന്നത്, അറിയാലോ. ആ അവ്യക്ത മിലനത്തിന്റെ അനുഭവം ഉണ്ടാവണമെങ്കിൽ അവ്യക്ത സ്ഥിതി ഉണ്ടാക്കിയെടുക്കണമെങ്കിലും ആത്മാഭിമാനി സ്ഥിതി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓം ശാന്തി.